പിളരും തോറും തളർന്നു പോയതിൻ്റെ ചരിത്രമേ കേരള കോൺഗ്രസിനുള്ളൂ. 2080 ഇവിടുത്തെ ക്രിസ്ത്യൻ സമുദായം ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യും എന്നങ്ങ് ഒരു പഠനങ്ങളുണ്ട്. BJPയെ ഞങ്ങൾ ഒരിക്കലും തൊട്ടുകൂടാത്ത പാർട്ടിയായിട്ടോ എന്തോ ഭീകരപ്രസ്ഥാനമായിട്ടൊന്നും ഞങ്ങളാരും കരുതുന്നില്ല. കേരളം ആര് ഭരിക്കണമെന്ന് മുസ്ലിം സമുദായം ഇപ്പോൾ തീരുമാനിച്ചേ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സുരേഷ് ഗോപിയുടെ വിജയത്തിൽ സഭയ്ക്ക് യാതൊരു ക്രെഡിറ്റും ഇല്ല എന്നാണ്. സഭ അങ്ങനെ ക്രെഡിറ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ ഐഡിയോളജിയിൽ വരുത്തുന്ന മാറ്റം ഞങ്ങൾക്ക് സ്വീകാര്യമാണ്. ആരെയും നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തുന്നതിന് എതിരാണ് കത്തോലിക്ക സഭ. ദൈവം മഹത്വപ്പെടുന്നത് മനുഷ്യര് നല്ല മനസ്സോട് സമാധാനത്തിൽ ജീവിക്കുമ്പോൾ. കർഷകരുടെ പ്രശ്നങ്ങളിലൊക്കെ വളരെ സജീവമായിട്ട് ഇടപെടുന്ന ഒരാളാണ്. കാർഷിക കുടുംബത്തിലാണ്. ചെറുപ്പകാലത്തിനെ കുറിച്ചിട്ടൊന്നും. യെസ്, ഞങ്ങൾ തിരുവിതാംകൂറിൽ നിന്ന് മലബാറിലേക്ക് കുടിയേറി പാർത്ത ഒരു കുടിയേറ്റ സമൂഹത്തിലാണ് ഞാൻ ജനിച്ചത്. പ്രത്യേകിച്ച് മീനച്ചിൽ താലൂക്കിൽ നിന്ന് വലിയൊരു ഇൻഫ്ലക്സ് മലബാറിലേക്ക് ഒരു മൈഗ്രേഷൻ സംഭവിച്ചിരുന്നു. ആ മൈഗ്രേഷനിലാണ് എൻ്റെ ഗ്രാൻഡ് ഫാദറൊക്കെ എൻ്റെ അപ്പനൊക്കെ ചെറുപ്പമായിരുന്ന കാലത്താണ് ഞങ്ങൾ മലബാറിലേക്ക് കുടിയേറി പാർത്തത്. അവിടെ ചെന്ന് അന്ന് അവിടെ ജന്മിമാരുടെ കയ്യിലായിരുന്നു ഭൂമിയെല്ലാം. ജന്മിമാരുടെ കയ്യിൽ നിന്ന് ഇവർ ഒരുപാട് കുടുംബങ്ങൾ ഒരു പ്രദേശത്തു നിന്ന് പോകുന്നവർ ഒരുമിച്ച് ഒരു സ്ഥലത്ത് താമസിക്കും. അതുകൊണ്ട് തന്നെ ഈ തിരുവിതാംകൂറിൻ്റെ മറ്റൊരു പതിപ്പായിട്ട് മലബാറിലെ മലയോരങ്ങൾ മാറി എന്നുള്ളതാണ്. ഇവിടുത്തെ വിശ്വാസവും ഇവിടുത്തെ ജീവിത രീതികളൊക്കെ മലബാറിലെ ഈ മണ്ണിൽ അവർ കൊണ്ടുപോയി അത് അനുഷ്ഠിച്ച് ജീവിച്ചു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ബേസിക്കലി അങ്ങനെ പോയവരെല്ലാം കർഷകരാണ്. ആ കർഷകരായതുകൊണ്ടും കാർഷിക കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടും കർഷകരുടെ വിഷയങ്ങൾ ചെറുപ്പം മുതലേ എൻ്റെ മനസ്സിൽ പതിഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ കാർഷിക വിഷയങ്ങളിൽ ഇടപെടുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ഗവേഷണം നടത്തി കണ്ടുപിടിക്കേണ്ടതോ അതല്ല എങ്കിൽ അതേക്കുറിച്ച് പഠിച്ച് പറയേണ്ടതോ ആയൊരു കാര്യങ്ങളല്ല. മറിച്ച് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു പരിച്ഛേദമാണ് ഈ കാർഷിക പ്രശ്നങ്ങൾ എന്നുള്ളതാണ് സത്യം. ചെറുപ്പം എങ്ങനെയായിരുന്നു? ചെറുപ്പകാലം എന്ന് പറയുന്നത് ഞാൻ 1969 ജനിക്കുന്നത്. അതിനുശേഷം അതൊരു മലയോര ഗ്രാമമാണ്. അവിടെ ഒരു LP സ്കൂളുണ്ട്. ആ LP സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അതിനുശേഷം കുറേ നടന്നു വേണം ഞങ്ങൾക്ക് ഹൈസ്കൂളിൽ പോയി പഠിക്കാൻ. അങ്ങനെ ദിവസവും ഒരു സ്കൂളിലേക്ക് ഒരു 7-8 കിലോമീറ്റർ നടക്കണം. തിരിച്ച് വൈകുന്നേരം അത്രയും നടന്നാണ് ഞങ്ങൾ വന്നത്. ആ നടപ്പുകളൊക്കെ നമുക്ക് പിന്നീട് ഭാവിയിൽ നല്ല ആരോഗ്യം പ്രദാനം ചെയ്തു എന്ന് എനിക്ക് തോന്നാറുണ്ട്. അതിനുശേഷം അന്ന് പ്രീ ഡിഗ്രി പഠനമായിരുന്നു. ഞാൻ ഒരു കോളേജിൽ പോയി പഠിച്ചു. അതും ഏകദേശം ഒരു 70 കിലോമീറ്ററോളം യാത്ര ചെയ്ത് പോയി വരണമായിരുന്നു എല്ലാ ദിവസവും തന്നെ. അതും കഴിഞ്ഞപ്പോഴാണ് എനിക്ക് സെമിനാരിയിൽ ചേർന്നൊരു അച്ഛനായാൽ കൊള്ളാം എന്നൊരു ചിന്ത വരുന്നത്. അതിന് ശേഷം സെമിനാരിയിൽ ചേർന്ന് വൈദികനായി 1997 ഞാൻ വൈദികനായി അഭിഷേകം ചെയ്തു. ഈ വൈദികനാവാനുള്ള പിതാവിൻ്റെ സ്വന്തം തീരുമാനമാണോ അതോ കുടുംബത്തിന് അങ്ങനെ തീരുമാനമൊന്നുമില്ലായിരുന്നു. കുടുംബം അങ്ങനെ തീരുമാനിക്കാറില്ല സാധാരണഗതിയിൽ. അതൊക്കെ സിനിമാ കഥകളിൽ മാത്രമേ ഇങ്ങനെ കുടുംബം നേർന്ന അച്ഛനായി എന്നൊക്കെ പറയാറുള്ളൂ. അങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആരെയും കണ്ടിട്ടില്ല. വരുന്നവർക്കും ഏത് സമയത്തും വേണമെങ്കിൽ അവർക്ക് അവരുടെ പൗരോഹിത്യ വഴി ഇതല്ലാന്ന് തോന്നിയാൽ ഉപേക്ഷിച്ചു പോകും. അതിനുവേണ്ടിയാണ് ഒരു 10-12 വർഷം നീണ്ട ഒരു പരിശീലന കാലഘട്ടം ഇതിനുള്ളത്. ഇവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പോലും പലപ്പോഴും ഈ നിരീശ്വരവാദത്തെക്കുറിച്ച്, അസ്തിത്വവാദം, ഈ മോഡേൺ ഫിലോസഫിക്കൽ തിങ്കിങ്, ഇതെല്ലാമാണ് സെമിനാരികളിൽ ഒരു 3 വർഷം പഠിപ്പിക്കുന്നത്.
അപ്പോൾ എന്ന് പറഞ്ഞാൽ പരിശീലനത്തിൻ്റെ ഹൃദയഭാഗത്ത് അത്തരം കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. അത് പഠിപ്പിക്കുന്നതിന് ഒരു ചലഞ്ചിങ് ആണ്. നിങ്ങളുടെ തീരുമാനത്തെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാ ആംഗിളുകളിലും നോക്കിക്കാണാം എന്ന് പറയാൻ സഭ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ്. പിന്നീട് സെമിനാരി പരിശീലനത്തിൽ ഏർപ്പെട്ടിരുന്നപ്പോൾ എനിക്ക് തോന്നി ഇത് എത്രയോ ഭാവാത്മകമായി ഡിസൈൻ ചെയ്യപ്പെട്ട ഒരു പരിശീലന പദ്ധതിയാണ്. കാരണം നമ്മൾ ഒരുവൻ്റെ സ്വഭാവ നന്മയൊക്കെ കണ്ട് അവൻ അച്ഛനാകും എന്ന് വിചാരിക്കുന്നവരൊക്കെ പലപ്പോഴും വിട്ടുപോകാറുണ്ട്. അതേസമയം നമ്മൾ ഒരിക്കലും വിചാരിക്കാത്തവർ ഇതിൽ തുടരുന്നതും കാണാം. അതിൻ്റെ അർത്ഥം ഈ പരിശീലനം വളരെ സിസ്റ്റമാറ്റിക്കായി ക്രമീകരിക്കപ്പെട്ടതാണ്. അതൊരു നൂറ്റാണ്ടുകൾ കൊണ്ട് രൂപപ്പെട്ടു വന്നൊരു പ്രക്രിയയാണ് ഈ സെമിനാരി പരിശീലനം എന്ന് പറയുന്നത്. അതുകൊണ്ട് അച്ഛനാകുക എന്നുള്ളത് തീർച്ചയായും എൻ്റെ തന്നെ തീരുമാനം. ആ തീരുമാനം അതിന് നമുക്ക് നിമിത്തമാകുന്ന പല കാര്യങ്ങളുണ്ടാകും. ഇന്ന് ഉദാഹരണം പറഞ്ഞാൽ നമ്മൾക്ക് ആ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുമുട്ടിയ വൈദികർ, അവരുടെ ജീവിതത്തിൻ്റെ നന്മകൾ, അവർ മറ്റുള്ളവരെ സഹായിക്കാനെടുക്കുന്ന താല്പര്യങ്ങൾ, സ്വയം മറന്ന് ജീവിക്കുന്ന ജീവിത ശൈലികൾ, അതൊക്കെയും നമ്മളെ സ്വാധീനിക്കുമെന്നുള്ളത് സത്യമാണ്. പിന്നെ ഞങ്ങളുടെ വിശ്വാസമനുസരിച്ച് ദൈവവിളി എന്നൊരു സങ്കല്പമുണ്ട്. ദൈവം ഒരുവനെ വിളിക്കുന്നുവെങ്കിൽ അവന് ജീവിതത്തിൽ എവിടെയെങ്കിലും വെച്ച് അങ്ങനെ ഒരു അവബോധം അവൻ്റെ ഉള്ളിൽ ജനിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആദ്യം നമുക്കങ്ങനെ പെട്ടെന്നത് മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യമാണ്. പക്ഷെ പിന്നീട് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് ഉണ്ടാവും. ഇല്ല എങ്കിൽ ഒരാൾക്ക് ഇത്രയും ചലഞ്ചിങ് ആയി, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലൊക്കെ സെമിനാരി ചേരാൻ വരുമ്പോൾ ബിഷപ്പുമാരാണ് നിനക്ക് നീ പോരൂ എന്ന് സമ്മതം കൊടുക്കേണ്ടയാൾ. ഇപ്പോൾ ഈ എറണാകുളത്തായിക്കോട്ടെ അല്ലെ തലശ്ശേരി രൂപതയിലായിക്കോട്ടെ, ഞാൻ ഈ സെമിനാരി ചേരാൻ വരുന്നവരെ സ്വീകരിക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഈ കൊച്ചുങ്ങൾ എന്തിനാണ് ഈ കാലഘട്ടത്തിൽ വൈദികരെക്കുറിച്ച് ഇത്രയേറെ അധിക്ഷേപം. ഞാൻ ചോദിക്കാറുണ്ട്, അവർ വൈദികരെക്കുറിച്ച് ഇത്രയേറെ ആക്ഷേപങ്ങളും അവരെക്കുറിച്ച് സമൂഹത്തിൻ്റെ പൊതുദൃഷ്ടിയിൽ ഒരുപാട് നെഗറ്റീവായ ചിത്രങ്ങളും ഇപ്പോൾ സിനിമകളിലാണെങ്കിലും എല്ലാം നമുക്കെതിരായി വാർത്തകളും വിശേഷങ്ങളും നിറഞ്ഞു നിൽക്കുമ്പോഴും നിങ്ങൾക്ക് ഇങ്ങനെ തോന്നി, ഇങ്ങനെ അച്ഛനാകാൻ തോന്നി, ഈ വഴി തിരഞ്ഞെടുക്കാൻ തോന്നുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോഴും അവരും പറയാറുണ്ട്, എന്തോ എനിക്കിതിനോട് താല്പര്യം തോന്നി എന്ന് പറയാം. ഈ വർഷം വൈദികരാകുന്നവരെ അതിനു മുമ്പ് ബിഷപ്പ് ഒരു ഇൻ്റർവ്യൂ നടത്താറുണ്ട്, ഈ ഒരാൾ അതിന് ഫിറ്റാണോ എന്നറിയാൻ വേണ്ടി. അതിലും ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ഇതിനകത്ത് തന്നെ തുടരണമെന്നാണ് താല്പര്യം, നിങ്ങൾക്ക് പോകണേ പോകാം. പക്ഷേ അവർ പറഞ്ഞ് ഞങ്ങൾ പോകണമെന്ന് പലവട്ടം ചിന്തിച്ചാണ്. സം മോർ അതർ വേ വി ആർ പ്രിവെൻറ്റഡ് ഫ്രം ഗോയിങ്. അത് വേറെ ആരുമല്ല, നമ്മുടെ ആന്തരികതയിൽ നിന്ന് തന്നെ ഒരു ശബ്ദമുണ്ട്, ഇത് നിൻ്റെ വഴി ഇതാണ്, ഇവിടെ ഉറച്ചു നിൽക്കണം പ്രതിസന്ധികൾ വരുമ്പോൾ. അതുകൊണ്ട് ഞാൻ ജീവിതത്തിൽ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ ദൈവവിളി എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ് എന്ന് സാവകാശം ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ തിരുവിതാംകൂർ രാജഭരണത്തിന്റെ ഒരു ആക്റ്റീവ് സപ്പോർട്ടോട് കൂടിയിട്ടാണ് ആദ്യത്തെ മൈഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. വളരെയധികം ഗവൺമെന്റ് സപ്പോർട്ട് അന്നുണ്ടായിരുന്നു. അങ്ങനെ കുടിയേറിയ ആളുകൾ അവിടുത്തെ ആവാസ വ്യവസ്ഥയുമായിട്ട് ഒട്ടും പൊരുത്തപ്പെട്ടില്ല എന്നും അതിനെ നശിപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചു എന്നൊരു പെർസെപ്ഷൻ കേരളത്തിലുണ്ട്. അതിനെ എങ്ങനെയാണ് കാണുന്നത്? ഈ ആംജയർ പരിസ്ഥിതിവാദികൾ ഉയർത്തുന്നൊരു തെറ്റായ വാദമാണ്. അവരൊരിക്കലും മലബാറിൻ്റെ ആവാസ വ്യവസ്ഥിതിയോ അവിടുത്തെ പരിസ്ഥിതികളോ മനസ്സിലാക്കിയിട്ടുള്ളവരല്ല. ഈ മലബാറിലേക്ക് കുടിയേറുന്ന കാലത്ത് മലബാറിൽ വനഭൂമികൾ വനഭൂമിയായി തന്നെ കുടിയേറ്റ കർഷകർ സംരക്ഷിച്ചിട്ടുണ്ട്. അതേസമയം ഈ ജന്മിമാരുടെ കൈവശം ഉണ്ടായിരുന്ന ഭൂമി, അതിലെ വൻവൃക്ഷങ്ങളെല്ലാം അവർ വെട്ടിയെടുത്തു. ബ്രിട്ടീഷുകാരും ഈ ജന്മിമാരും തമ്മിലുള്ള ഉടമ്പടിയുടെ ഭാഗമായിട്ട് മരങ്ങളെല്ലാം വെട്ടി നീക്കപ്പെട്ടു. മലബാറിലെ ഈവൻ റെയിൽപാതകൾ പോലും അതിനുവേണ്ടി നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. പുഴയോരങ്ങളോട് ചേർന്ന് വലിയ ട്രാൻസ്പോർട്ടേഷൻ സംവിധാനങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം മലബാറിൽ അന്ന് ഉണ്ടായിരുന്ന ആ പ്രകൃതിയുടെ അവസ്ഥ മനസ്സിലാക്കിയാൽ മനസ്സിലാകും. ഞങ്ങൾ ചെന്ന് ഈ വനഭൂമി വെട്ടിപ്പിടിച്ചു എന്നുള്ളത്
100% അടിസ്ഥാനരഹിതമായൊരു ആരോപണം. ഇതേക്കുറിച്ച് പല ഗവേഷണങ്ങളും പല PhD പ്രബന്ധങ്ങളും നടന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അതിലെല്ലാം കണ്ടെത്തിയിരിക്കുന്ന വസ്തുത എന്ന് പറയുന്നത് മൈഗ്രേഷൻ്റെ ആരംഭം 1926 ആദ്യത്തെ ഒരു മൈഗ്രേഷൻ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ ഭൂമി രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത് നമ്മൾ ചരിത്രം പഠിച്ചാൽ മനസ്സിലാകും. അന്ന് രജിസ്റ്റർ ചെയ്ത ഭൂമി തൊട്ട് പിന്നീടുള്ള എല്ലാ ഭൂമിയും സർക്കാരിൻ്റെ റവന്യൂ ഭൂമി നമ്മൾ പണം കൊടുത്ത് വാങ്ങിയതാണ് മലബാറിലെ കുടിയേറ്റ കർഷകർ. അവർ ആവാസ വ്യവസ്ഥിതിയെ തകർത്തു എന്ന് പറയുന്നത് ആവാസ വ്യവസ്ഥിതി അന്ന് വെറും അടിക്കാടുകൾ മാത്രം ഉണ്ടായിരുന്ന പ്രദേശമാണ് കുടിയേറ്റ കർഷകർ ഏറ്റെടുത്തതും അവർ ആ രീതിയിൽ അവിടെ കൃഷി അവരതിനെ പിന്നീട് നാണ്യവിളകളുടെ തോട്ടങ്ങളാക്കി മാറ്റി. ശരിക്കും വെറും അടിക്കാടുകൾ മാത്രം ഉണ്ടായിരുന്ന പ്രദേശത്തെ ഫലഭൂയിഷ്ടമായ കൃഷിത്തോട്ടങ്ങളായി, ഇപ്പോൾ തെങ്ങ്, കവുങ്ങ്, അതുപോലെ തന്നെ റബ്ബർ, കശുമാവ് ഇങ്ങനെയുള്ള കൃഷി നാണ്യവിളയുടെ തോട്ടങ്ങളാക്കി അവയെ മാറ്റുകയാണ് വാസ്തവത്തിൽ കർഷകർ ചെയ്തത് എന്ന് വസ്തുതാപരമായി കാര്യങ്ങൾ പഠിക്കുന്നവർക്ക് മനസ്സിലാകും. ആകെ കൂടി ചില വ്യക്തികൾക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത്, ചില ദേവസ്വങ്ങൾ അവരുടെ ഭൂമി കർഷകർക്ക് വിറ്റിരുന്നു. അങ്ങനെ ചില ദേവസ്വം ഭൂമികളും കുടിയേറ്റ കർഷകരുടെ ഈ ഭൂമികളുമായിട്ട് തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നൊഴിച്ചാൽ വനഭൂമി കുടിയേറ്റ കർഷകർ കയ്യേറി എന്ന് പറയാവുന്ന ഒരു സ്ഥലവും ഇതുവരെയും ചരിത്രത്തിൽ കാണിക്കാൻ പറ്റിയില്ല. അങ്ങനെ കാണിക്കാൻ പറ്റും എന്ന ആളുകൾ വിചാരിക്കുന്നവരുണ്ടാകാം. പക്ഷെ വസ്തുതാപരമായി പഠനം നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാകും അങ്ങനെ ഒരു കാര്യമില്ലായിരുന്നു. അതൊരു വലിയ പുകമറയാണ്. കുടിയേറ്റക്കാർ കയ്യേറ്റക്കാരാണെന്നും അവർ വനഭൂമി നശിപ്പിക്കുന്നവരാണ് എന്നുമുള്ളൊരു ഇംപ്രഷൻ ഇവിടെ പടർത്താൻ, അതാണ് ESA പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴും പല ഈ ആംചെയർ ഇക്കോളജിസ്റ്റുകളും പറഞ്ഞു വരുത്തിയത് അവരെ കയ്യേറിയതാണ്, വനഭൂമിയായിരുന്നു, അവരെ അവിടെ നിന്ന് ഇറക്കി വിടേണ്ടതാണ്, പണ്ടേ ഇറക്കി വിടേണ്ടതാണ് എന്നൊരു ധാരണ കൊണ്ടുവന്നിരുന്നതിന് പിന്നിൽ ഈ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. ഈ ഫാമിലി പ്ലാനിങ് ഏറ്റവും ഭംഗിയായും കൃത്യമായും നടപ്പിലാക്കിയൊരു സമുദായമാണ് ക്രിസ്ത്യൻ സമുദായം. അതിന്റെ എല്ലാ ദൂഷ്യഫലങ്ങളും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പൊളിറ്റിക്കലി ആണെങ്കിലും ഇക്കണോമിക്കലി ആണെങ്കിലും എല്ലാം അതിന്റെ വശങ്ങളാണ് ഇപ്പോൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഫേസ് ചെയ്യുന്നത്. അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അത് ആ ചോദ്യം വളരെ പ്രസക്തമായൊരു കാര്യമാണ്. ഞങ്ങൾ അതേക്കുറിച്ച് വെൽ അവെയറാണ്. ഇതേക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഒരു കമ്മ്യൂണിറ്റി അതിൻ്റെ ആ ഇക്വിലിബ്രിയം നിലനിർത്തണമെങ്കിൽ, ഇപ്പോഴുള്ള ജനസംഖ്യ അനുപാതത്തിൽ വളരണമെങ്കിൽ ഒരു കുടുംബത്തിൽ 2.2 കുഞ്ഞുങ്ങൾ വേണമെന്നാണ് ഒരു കണക്ക് സൂചിപ്പിക്കുന്നത്. ക്രിസ്ത്യൻ സമുദായത്തിൽ അത് 1.6% 6 ആണ്, 1.6. ഈ പറയുന്ന കണക്ക് വെച്ച് നോക്കുമ്പോൾ അത്രയും കുട്ടികളൊന്നും കൊണ്ട് ഈ സമൂഹം, ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് 2080 ഇവിടുത്തെ ക്രിസ്ത്യൻ സമുദായം ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യും എന്നങ്ങ് ഒരു പഠനങ്ങളുണ്ട്. അങ്ങനെ ആകാതിരിക്കട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ അത് ഞങ്ങളെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ എണ്ണം നമ്മളാണ് ഇത് ക്രമാതീതമായി പ്രോത്സാഹിപ്പിച്ച് ഈ പറഞ്ഞ ഫാമിലി പ്ലാനിങ്ങിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനിടവന്നത്. പക്ഷേ അതിലൂടെ ഏറ്റവും നഷ്ടം സംഭവിച്ചൊരു സമൂഹമായി ക്രിസ്ത്യൻ സമൂഹം മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ബിഷപ്പുമാരൊക്കെ കുഞ്ഞുങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് ഒരു ഇടയലേഖനം എഴുതിയാൽ ഉടനെ കലഹിക്കുന്നവർ കാണാം. അത് കണ്ടോ, അങ്ങനെയാണ് ഇങ്ങനെയാണ്, നിരുത്തരവാദപരമായ ഇടപെടലാണ് നടത്തുന്നത്. വാസ്തവത്തിൽ നിരുത്തരവാദപരമായ ഒരു കാര്യമല്ല, ഒരു സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ ചില മുൻകരുതലുകളെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. അത് ആവശ്യമാണ് ആ കാലഘട്ടത്തിൽ. പ്രത്യേകിച്ച് പല ക്രിസ്ത്യൻ പ്രദേശങ്ങളിലും കുട്ടികളുടെ എണ്ണം, ഇപ്പോൾ 10 കൊല്ലത്തെ കുട്ടികളുടെ എണ്ണം എടുത്താൽ, ഞങ്ങളുടെ സൺഡേ സ്കൂളുകളിലെ കുട്ടികളുടെ എണ്ണം എടുത്താൽ 10ാം ക്ലാസ്സിൽ രൂപതയിലെ മുഴുവൻ വിദ്യാർത്ഥികളുടെ എണ്ണം 55,000 പേര് സൺഡേ സ്കൂളിൽ പഠിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ 1ാം ക്ലാസ്സിൽ പഠിക്കുന്നത് ചിലപ്പോൾ 32,000 പേരേ ഉള്ളൂ. ഞങ്ങളുടെ രൂപതയിലെ കാര്യം വെച്ച് ഞാൻ പറഞ്ഞു.
എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് എന്തോ ഒരു വലിയ വ്യത്യാസം ഇവിടെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ അതിന് മൈഗ്രേഷൻ ഒരു കാരണമല്ല. മധ്യ തിരുവിതാംകൂറിൽ നിന്ന് ഒരുപാട് ഫാമിലി മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. മൈഗ്രേഷൻ ഒരു കാരണമാണ് എന്ന് പറയുമ്പോഴും നമ്മൾ മൈഗ്രേഷൻ്റെ പെർസെൻറ്റേജ് കൂടി എടുക്കണം, എന്നാലേ ഇത് കമ്പയർ ചെയ്യാൻ സാധിക്കുള്ളൂ. മൈഗ്രേഷൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ക്രമാതീതമായി എണ്ണം പോയി എന്ന് പറയുമ്പോഴും നമുക്ക് ഇവിടുത്തെ ജനസംഖ്യയുടെ ഒരു 4 മുതൽ 6 വരെ ശതമാനം മാത്രമേ മൈഗ്രേഷനുമായി ബന്ധപ്പെട്ടുള്ളൂ. അതിനേക്കാളും എത്രയോ കൂടുതലാണ് ഈ കുഞ്ഞുങ്ങളുടെ എണ്ണത്തിൽ വന്ന കുറവ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയും. ഈ ജനസംഖ്യയിൽ വന്ന ഇടിവ് കാരണമായിരിക്കും ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഒരു പൊളിറ്റിക്കൽ ക്ലൗട്ടിൽ വളരെയധികം ഒരു ഫോൾ ഉണ്ടായിട്ടുണ്ട്. ഒരു കാലത്ത് നമുക്ക് ടോൾ ലീഡേഴ്സ്, ഇപ്പോൾ പി.ടി. ചാക്കോ ആണെങ്കിലും ഉമ്മൻചാണ്ടി ആണെങ്കിലും എ.കെ. ആന്റണി ആണെങ്കിലും ഒരു ഏറ്റവും വൺ ഓഫ് ദ ടോളസ്റ്റ് ലീഡേഴ്സ് എന്ന് പറയുന്നത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്നായിരുന്നു. ഇന്നിപ്പോൾ ഏത് ഫ്രണ്ടിൽ, ഇപ്പോൾ UDF-ലാണെങ്കിലും LDF-ലാണെങ്കിലും നമുക്ക് അങ്ങനെ ഒരു ടോപ്പ് സ്ലോട്ടിൽ പറയാവുന്ന ഒരു ക്രിസ്ത്യൻ നാമധാരി പോലും ഇല്ല. LDF-ലാണെങ്കിലും UDF-ലാണെങ്കിലും ഇല്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനെ എങ്ങനെയാണ് സഭ നോക്കിക്കാണുന്നത്? തീർച്ചയായും അതിനകത്ത് സഭയ്ക്കും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ വിലയിരുത്താറുണ്ട്. അതായത് ഈ നല്ല കുടുംബത്തിൽ പിറന്നവർക്കൊന്നും പറ്റിയതല്ല രാഷ്ട്രീയം. അത് പഠിക്കുകയില്ലാത്തവന്മാരും ഉഴപ്പന്മാരും സമരക്കാരും മാത്രം ചെല്ലുന്ന സ്ഥലമാണ് എന്നൊരു ഇംപ്രഷൻ പൊതുസമൂഹത്തിൻ്റെ ആ ചിന്താധാര ഞങ്ങളും ഏറ്റെടുക്കുകയും ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യുന്നതിൽ സഭയ്ക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സഭയുടെ സ്ഥാപനങ്ങൾ, കോളേജുകളിലാകട്ടെ, ഇങ്ങനെയുള്ള കക്ഷി രാഷ്ട്രീയം ഒഴിവാക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളും നടന്നിട്ടുണ്ട്. അതൊക്കെ വാസ്തവത്തിൽ നമ്മുടെ സമൂഹത്തെ ഈ പൊളിറ്റിക്സിൽ നിന്ന് പിന്നോട്ട് നയിച്ചു എന്നുള്ളതൊരു വസ്തുതയാണ്. അതുപോലെ തന്നെ നമുക്കിതിനോട് ചേർത്ത് വായിക്കാവുന്നതാണ്, എന്തെങ്കിലും പഠിച്ച് ജോലി നേടുക, അങ്ങനെ കുടുംബം നോക്കുന്നവരാകുക, കുറേ കൂടി ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു നർച്ചറിങ് ആണ് നമ്മുടെ കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് നൽകപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അവർ പഠിച്ച ഏതെങ്കിലും IT ഫീൽഡിൽ പോവുക, അല്ലെങ്കിൽ നേഴ്സിംഗ് പ്രൊഫഷനിലെത്തുക, ജീവിതത്തിൽ വളരണം എങ്കിൽ സ്വന്തമായൊരു ജോലി കണ്ടെത്തുക. അതിവിടെ കിട്ടുന്ന എവിടെയോ അങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്യുക. ഇപ്പോൾ ബാംഗ്ലൂർ കിട്ടുമെങ്കിൽ അങ്ങ്, മദ്രാസിലാണെ അവിടെ, ഡൽഹിയിലാണെ അങ്ങനെ, അതല്ല യൂറോപ്പിലാണെ അങ്ങോട്ടേക്ക് പോകുക, അമേരിക്ക കിട്ടുമെങ്കിൽ അവിടെ പോകുക. അങ്ങനെ ആ ഒരു ഓറിയൻറ്റേഷൻ ഈ കമ്മ്യൂണിറ്റിക്ക് വളരെ ശക്തമായി പോയി. അതുകൊണ്ട് തന്നെ ക്വാളിറ്റിയുള്ള തലമുറ പലപ്പോഴും ഈ പൊളിറ്റിക്സിൽ നിന്ന് അകലം പാലിച്ചു. അത് വേണ്ട രീതിയിൽ അവരെ അതിലേക്ക് ഓറിയൻറ്റ് ചെയ്യാനോ പ്രൊമോട്ട് ചെയ്യാനോ പലപ്പോഴും നമുക്ക് സാധിച്ചില്ല. പ്രത്യേകിച്ച് നമ്മുടെ സ്ഥാപനങ്ങളിലെ ഈ നിയന്ത്രണങ്ങൾ ഒരു അരാഷ്ട്രീയ ബോധം കുട്ടികളിൽ വളർത്തിയെടുക്കാൻ ഇടവന്നിട്ടുണ്ട് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ മധ്യ കേരളത്തിലെ കോളേജുകളിലൊക്കെയും ആ ഒരു പ്രതിസന്ധിയുണ്ട്. മലബാറിൽ ഞങ്ങൾ പിന്നെയും സഭയുടെ കോളേജുകളിൽ ഉൾപ്പെടെ ഇങ്ങനെ ഒരു രാഷ്ട്രീയം നിരോധിക്കണം എന്നൊരു ചിന്തയെ പ്രൊമോട്ട് ചെയ്യാത്തവരാണ്. കാരണം അതും കൂടി ഉണ്ടെങ്കിലേ ഈ കുട്ടികളുടെ ഫോർമേഷൻ, അവർക്ക് കിട്ടേണ്ട ചില പൗരബോധങ്ങൾ രൂപപ്പെടുകയുള്ളൂ എന്ന് ഞങ്ങൾ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ സഭയുടെ മുഖ്യധാര കോളേജുകളിൽ പലതിലും ഈ ഒരു വീഴ്ച ഒരു കാലത്ത് സംഭവിച്ചിരുന്നു എന്നുള്ളത്, അതായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു അരാഷ്ട്രീയത സഭയുടെ ഭാഗത്തിലെ അല്ലെ സഭയുടെ പുതിയ തലമുറയിൽ സംഭവിക്കുന്നതിന് നിമിത്തമായിട്ടുള്ളത്. പിന്നെ രാഷ്ട്രീയം എന്ന് പറയുന്നത് സത്യസന്ധതയ്ക്ക് വിലയില്ലാത്തതാണെന്നും അവിടെ കൈക്കൂലിയും അഴിമതിയും മാത്രമേ ഉള്ളൂ എന്നൊക്കെയുള്ളൊരു ഇംപ്രഷൻ, അതൊരു പൊതുബോധത്തിൽ കടന്നുകൂടിയൊരു ഇംപ്രഷനാണ്. ആ ഇംപ്രഷൻ നിലനിൽക്കുന്നത് കൊണ്ട് മൂല്യബോധമുള്ള തലമുറയ്ക്ക് പലപ്പോഴും രാഷ്ട്രീയം താല്പര്യമില്ലാത്ത ഒരു ഫീൽഡായി മാറി എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതാണ് ഇതിനോട് ചേർത്ത്. പക്ഷേ ഒരു രാഷ്ട്രത്തിൻ്റെ വളർച്ചയ്ക്ക് പൗരബോധമുള്ള നിസ്വാർത്ഥരായ നല്ല നേതാക്കൾ ആവശ്യമുള്ളതാണ്. ആ ഒരു കാര്യത്തിൽ ഈ ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്നല്ല, എല്ലാ സമൂഹത്തിലും ഒരു ക്വാളിറ്റി ലീഡർഷിപ്പ് കുറഞ്ഞുകൊണ്ടേയിരിക്കുക. ക്രിസ്തീയതയിൽ അത് കൂടുതൽ പ്രകടമായി എന്നുള്ളതാണ്
നമ്മൾ മറ്റ് സമുദായങ്ങളിൽ നോക്കിയാൽ പോലും ഒരു സെക്കൻഡ് ഗ്രേഡ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് സമുദായ ഭേദമന്യേ ഡീഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അത് രാജ്യം മുഴുവൻ അഭിമുഖീകരിക്കാൻ പോകുന്ന ഒരു പ്രതിസന്ധി ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിചാരം. അത് ഒരുപക്ഷെ ഉത്തരേന്ത്യയിൽ അത്രയും ശക്തമായിരിക്കുകയല്ല. ഈ കേരളം, കർണാടക ഇവിടെയൊക്കെ ഇത് വളരെ പ്രകടമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ക്വാളിറ്റിയുള്ള മൊറാലയുള്ള ഒരു ലീഡർഷിപ്പ് വളർന്നു വരുന്നില്ല എന്നുള്ളത്. പലപ്പോഴും വളർന്നു വരുന്ന ലീഡേഴ്സ്, അവരെക്കുറിച്ച് പിന്നീട് കേൾക്കുന്ന പല കാര്യങ്ങളും നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് അവരുടെ മൊറാല എന്ന് പറയുന്നത് നമുക്ക് സ്വീകരിക്കാൻ പറ്റാത്ത രീതിയിൽ തരം താഴ്ന്നു പോകുന്നതുമാണ്. അതുകൊണ്ട് ആ ഒരു ഫീൽഡിൽ എനിക്ക് തോന്നുന്നു കേരളത്തിലെ എല്ലാ സമുദായങ്ങളും ശ്രദ്ധ വയ്ക്കേണ്ട ഒരു മേഖലയാണ് പുതിയ തലമുറയെ കഴിവുള്ളവരും സമർപ്പണ ബുദ്ധിയുള്ളവരുമായവരെ രാഷ്ട്രീയത്തിലേക്ക് ഓറിയൻറ്റ് ചെയ്യുക എന്നുള്ളത്. കേരളത്തിലൊരു ക്രിസ്ത്യൻ മുഖ്യമന്ത്രി ഉണ്ടാവാനൊരു സാധ്യത വിദൂരമാണെന്നുള്ളൊരു സത്യം സഭ തിരിച്ചറിയുന്നുണ്ടോ? അതിനെ എങ്ങനെയാണ് കാണുന്നത്? ക്രിസ്ത്യൻ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരു സങ്കല്പ ലോകം ഞങ്ങൾക്ക് ഇല്ല. ഞങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നവരുമല്ല. എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനി മുഖ്യമന്ത്രിയായാൽ എന്തെങ്കിലും വലിയ കാര്യങ്ങൾ ചെയ്യും എന്ന് ഞങ്ങൾക്കൊരു വിചാരമില്ല. ഇവിടെ ക്രിസ്ത്യൻ മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു. AK ആന്റണി ഉണ്ടായിരുന്നു, ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു. ഇവരാരും വഴിവിട്ട് ഈ സമുദായത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞങ്ങളാരൊന്നും ചോദിക്കാനും പോയിട്ടില്ല, മേടിക്കാനും പോയിട്ടുമില്ല. കാരണം ഞങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ട്, ഒരു സമുദായം അന്യായമായി എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ ശ്രമിക്കുന്നത് ആ സമുദായം ഒറ്റപ്പെടാനും ആ സമുദായത്തെ മറ്റുള്ളവർ സംശയദൃഷ്ടിയോടെ വീക്ഷിക്കാനും ഇടവരും. മറിച്ച് ഒരു രാജ്യത്തെ പൗരന്മാരെന്ന നിലയിൽ നമുക്ക് കിട്ടേണ്ട അവകാശങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. അത് മുഖ്യമന്ത്രി ക്രിസ്ത്യാനി ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ഞങ്ങളുടെ നിലപാടുകൾ എപ്പോഴും തുല്യമാണ്. ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് വലിയ സമരങ്ങളുടെ സഭ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് സഭയുടെ നിലപാടുകൾ മുഖ്യമന്ത്രിയുടെ ജാതിയും മതവും നോക്കി നിർണ്ണയിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ക്രിസ്ത്യൻ മുഖ്യമന്ത്രി വന്നതുകൊണ്ട് എന്തെങ്കിലും പ്രത്യേക നേട്ടം ഞങ്ങൾ സ്വന്തമാക്കാനും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അത്തരം ബാലിശമായ സ്വപ്നങ്ങൾ ഞങ്ങൾക്കില്ല. പക്ഷേ ഈ കേരള കോൺഗ്രസിൻ്റെ തകർച്ചയോടെ അല്ലെങ്കിൽ KM മാണിയുടെ മരണത്തിന് ശേഷം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ഉണ്ടായിരുന്ന ഒരു പൊളിറ്റിക്കൽ ബാർഗെയിനിങ് പവർ ഇല്ലാതായി. അതൊരു യാഥാർത്ഥ്യമല്ലേ? അത് സത്യമാണ്. കേരള കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് മേൽക്കൈയുള്ള ഒരു പാർട്ടിയായിരുന്നു. തീർച്ചയായും അത് പഴയ വിമോചന സമരം കാലം മുതൽ നായന്മാർക്കും അതിനകത്ത് പങ്കാളിത്തം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സോഷ്യൽ ബാലൻസിങ്ങിൽ പൊയ്ക്കൊണ്ടിരുന്നൊരു പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു കാലത്ത് 25 MLA വരെയും അസംബ്ലിയിൽ കേരള കോൺഗ്രസിൻ്റേതായിട്ട് വന്നിരുന്നു. അതിനെ ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഭയപ്പെട്ടിരുന്നു എന്നുള്ളത് കൊണ്ട് അവരുടെ വലിയ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് അവരിതിനെ പല കഷ്ണങ്ങളാക്കി ചിതറിച്ചു കളഞ്ഞു. പിന്നെ ഈ സാമുദായിക നേതാക്കന്മാരുടെയും അല്ലെങ്കിൽ ഈ കേരള കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ സ്വഭാവ പ്രത്യേകതകളും ഈ ഒരു പിളർപ്പിനും തകർച്ചയ്ക്കും കാരണം. പിളരും തോറും വളരും, വളരും തോറും പിളരും എന്നൊക്കെയുള്ളത് മനുഷ്യൻ്റെ വെട്ടയിൽ ഒരു പ്രാസ ഒപ്പിച്ച് പറയാൻ കൊള്ളും എന്നല്ലാതെ അതൊന്നും ആത്യന്തികമായി ഈ പാർട്ടിയെയും വളർത്തിയില്ല, ആരെയും തുണച്ചുമില്ല എന്നുള്ളതിന് കേരളത്തിൻ്റെ ചരിത്രം സാക്ഷിയാണ്. പിളരും തോറും തളർന്നു പോയതിൻ്റെ ചരിത്രമേ കേരള കോൺഗ്രസിനുള്ളൂ. അതുപോലെ വളരും തോറും പിളരും എന്ന് പറയുന്ന ആ ഒരു ആശയില്ല. കാരണം വളർച്ചയില്ലല്ലോ. വളരാതെ തന്നെ പിളരുന്നു എന്നുള്ളതാണ് ഈ കേരള കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ദുരന്തം എന്ന് പറയുന്നത്. അത് എനിക്ക് തോന്നുന്നു സഭ അതിന് മുൻകൈ എടുത്ത് ഇവരെ ഒരുമിപ്പിക്കണം എന്നൊക്കെ പലരും പറയാറുണ്ട്. അങ്ങനെ വ്യക്തമായൊരു പൊളിറ്റിക്കൽ അലയൻസിൻ്റെ ഭാഗമാകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കാരണം അവരെ ഈ ഒരേ ചിന്താധാരയുള്ളവർ ഒരുമിച്ച് നിന്നാൽ കുറേ കൂടി നല്ലതാണ്, കുറേ കൂടി ഈ ബാർഗെയിനിങ് പവർ അതിന് കിട്ടും എന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിൽ ചിന്തയുണ്ട്. പക്ഷേ കേരള കോൺഗ്രസ്സുകളെ ഒന്നിപ്പിച്ച് ഇവിടെ ഒരു രാഷ്ട്രീയ ബലപരീക്ഷണത്തിന് മുതിരാൻ സഭയ്ക്ക് താല്പര്യമില്ല. പക്ഷെ അവരത് ചെയ്താൽ അത് ഞങ്ങൾ സന്തോഷിക്കും.
ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് LDFലേക്ക് പോയതൊരു തെറ്റായ നീക്കമായിരുന്നു എന്ന് സഭ കരുതുന്നുണ്ടോ? തെറ്റായ നീക്കമായിരുന്നോ എന്ന് വിലയിരുത്തിയുമ്പോൾ നമുക്കറിയാം, അത് അവര് ഈ മോങ്ങാനിരുന്നതിൻ്റെ തലയിൽ തേങ്ങ വീണെന്ന് പറഞ്ഞതുപോലെയായി. അവർ പോകണോ വേണ്ടയോ എന്നിങ്ങനെ സംശയിച്ച് നിൽക്കുന്നൊരു സമയത്ത് മറുഭാഗത്തുനിന്ന് ഒരു നേതാവ് പറഞ്ഞു അവരെ പുറത്താക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞത് അവർ ആ ഒരു അവസരം മുതലാക്കി പുറത്തു പോവുകയും ചെയ്തു. പുറത്തു പോയത് അവർക്ക് ഗുണകരമായിരുന്നോ ദോഷകരമായിരുന്നോ എന്നുള്ളത് അവർ തന്നെ വിലയിരുത്തി കണ്ടെത്തേണ്ട വസ്തുതയാണ്. കാരണം പിന്നീടുണ്ടായ ഇലക്ഷനുകളിൽ എന്ത് സംഭവിക്കുന്നു, അവർക്ക് പൊളിറ്റിക്കൽ ഗെയിനുകളാണ്. തീർച്ചയായും ഭരണകക്ഷിയുടെ ഭാഗമായിരിക്കുമ്പോഴുണ്ടായ ഒരു സുരക്ഷിതത്വവും തണലും അവർക്ക് ലഭിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷെ അതിനപ്പുറത്ത് അവരുടെ ആ മൂവ്മെൻറ്റിനെ അവരുടെ അണികൾ സ്വീകരിച്ചിരുന്നോ ഇല്ലയോ എന്നുള്ളത് അവർ തന്നെ വിലയിരുത്തട്ടെ എന്നേ എനിക്ക് പറയാനുള്ളൂ. പക്ഷേ പിതാവ്, സഭ രാഷ്ട്രീയത്തിൽ ഭയങ്കരമായിട്ട് ഇടപെട്ടുകൊണ്ട് പല കാര്യത്തിലും ഓപ്പണായിട്ട് അഭിപ്രായം പറയുന്നുണ്ട്. പല കാര്യത്തിലും ഈ പറഞ്ഞ പോലെ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ആയിക്കോട്ടെ, റബ്ബറിൻ്റെ വില, കാർഷിക വില, ഇതെല്ലാം ഒരു ഓപ്പണായിട്ടൊരു പൊളിറ്റിക്കൽ ഒരു ഇല്ലെങ്കിൽ നമ്മൾ വോട്ട് ചെയ്യില്ല അങ്ങനെയൊക്കെ ഒരു അത് എങ്ങനെയത് കാണുന്നത്? അതിനെ പൊളിറ്റിക്കൽ ഇൻവോൾവ്മെൻ്റ് ആയിട്ട് നിങ്ങളതിനെ കരുതുമ്പോൾ ഞങ്ങളതിനെ ഒരിക്കലും പൊളിറ്റിക്കൽ ഇൻവോൾവ്മെൻ്റ് ആയിട്ടല്ല കരുതുന്നത്. ഞങ്ങളുടെ ഒരു എക്സിസ്റ്റൻഷ്യൽ സർവൈവലിൻ്റെ ഭാഗമാണ്. ഇപ്പം റബ്ബറിൻ്റെ വില വർദ്ധിപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞു. റബ്ബറിൻ്റെ വില വർദ്ധിപ്പിച്ചാൽ ഞങ്ങൾ ആ വർദ്ധിപ്പിക്കുന്ന കക്ഷി ആരാണേലും, അത് LDF ആണേലും UDF ആണേലും BJP ആണേലും, ഞങ്ങൾ വോട്ട് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഈ മാധ്യമങ്ങൾ പലതും LDFും UDFിനെയും വിട്ടുകളഞ്ഞു, BJPക്ക് വോട്ട് ചെയ്യും എന്ന് ഞാൻ പറഞ്ഞു എന്ന് വ്യാഖ്യാനിച്ചു. വ്യാഖ്യാനിക്കാൻ ആർക്കും അവകാശമുണ്ട്. ഈ ഡെറിഡായുടെയൊക്കെ ലിംഗ്വിസ്റ്റിക് ഫിലോസഫി പറഞ്ഞു കഴിഞ്ഞാൽ, എഴുതി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞ ഓതർ മരിച്ചു, ഡെത്ത് ഓഫ് ദി ഓതറുണ്ട്. പിന്നെ വ്യാഖ്യാതാവിൻ്റെ ഇഷ്ടമാണ് അത് വ്യാഖ്യാനിക്കുക എന്ന് പറയും. അത് വ്യാഖ്യാനിച്ചോട്ട് ഞാനതിനെക്കുറിച്ച് ഒട്ടും നെർവസ് ആകുന്ന ആളെയല്ല. നമ്മളുടെ വാക്കുകൾ, പക്ഷെ നമ്മളെന്താണ് പറഞ്ഞത് എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. ഞാൻ ആരോട് പറഞ്ഞോ, ആർക്കു വേണ്ടി പറഞ്ഞോ, അവർക്ക് ഉത്തമ ബോധ്യമുള്ളിടത്തോളം കാലം ഞാൻ ആശങ്കപ്പെടേണ്ട കാര്യമില്ല അതിനെക്കുറിച്ച്. എൻ്റെ ജനത്തിന് ആ ഒരു പ്രസ്താവന കൊടുക്കുന്ന ഒരു വലിയ ഊർജമുണ്ട്. അതായത് റബ്ബർ കർഷകൻ ടാപ്പിങ് വേണ്ടാന്ന് വെച്ച് 100 കണക്കിന് ഏക്കർ തോട്ടങ്ങൾ വെട്ടാൻ ആളില്ല, വെട്ടിയാലൊന്നും കിട്ടാനും ഇല്ലാത്ത അവസ്ഥയിൽ അനാഥമായി കിടക്കുന്നു. റബ്ബർ കൃഷി റീപ്ലാന്റേഷൻ വേണ്ടെന്ന് പറഞ്ഞ് കർഷകൻ ജീവിക്കുന്നു. അവൻ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഈ സർക്കാർ ചിന്തിക്കണ്ടേ? അവൻ്റെ ഏക ഉപജീവന മാർഗമായ ഈ സർക്കാർ തന്നെയാണ് റബ്ബർ ബോർഡിൻ്റെ സബ്സിഡിയും കൊടുത്ത് അവനെ കൊണ്ട് റബ്ബർ വെപ്പിച്ചത് സർക്കാരാണ്. ആ സർക്കാർ പറഞ്ഞത് വിശ്വസിച്ചാണ് ബാക്കി എല്ലാ വിളകളും വേണ്ടാന്ന് വെച്ച് റബ്ബറിൻ്റെ പുറകെ ഈ കർഷകൻ പോയത്. അവൻ ഗതികേടിലായപ്പോൾ അവനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനില്ലേ? ഞാൻ രാഷ്ട്രീയത്തിൽ ഇടപെടിയല്ല എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാകാൻ സഭയ്ക്ക് താല്പര്യമില്ല. അതേസമയം ഇത്തരത്തിലുള്ള എക്സിസ്റ്റൻഷ്യൽ നീഡുകളെക്കുറിച്ച് വളരെ കൃത്യവും വ്യക്തവുമായ നിലപാടുകൾ സഭയ്ക്ക് എക്കാലമുണ്ട്. അത് സഭ പ്രകടിപ്പിക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇതിനെയും കരുതുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് വിമോചന സമരം നടത്തി സഭ. അത് കമ്മ്യൂണിസ്റ്റ് നിരീശ്വരവാദത്തോടുള്ള ഒരു കലഹമായിട്ട് അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നു. അങ്ങനെയല്ലത്. വാസ്തവത്തിൽ സഭയുടെ ഏറ്റവും വലിയ മാനുഷിക മുഖമായിട്ടുണ്ടായിരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു എന്ന ബില്ല് വന്നപ്പോഴാണ് സഭ അതിനെതിരെ പ്രതികരിച്ചത്. കാരണം അത് തെറ്റായൊരു നീക്കമാണ്. ആ ബില്ല് തന്നെ തെറ്റായിരുന്നു എന്ന് പിന്നീട് തെളിയുകയും അത് പിൻവലിക്കപ്പെടുകയും ചെയ്തു. വാസ്തവത്തിൽ പക്ഷേ വിമോചന സമരത്തിനെ കുറിച്ച് ഇന്നും പറയുന്നത് എന്താണ്? കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തോടുള്ള സഭയുടെ എതിർപ്പാണ് വിമോചന സമരം എന്ന്. അങ്ങനെ പ്രത്യയശാസ്ത്രപരമായൊരു എതിർപ്പ് ഞങ്ങൾ സൂക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം കേരളത്തിലെ ക്രൈസ്തവർ
അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ എപ്പോഴും എതിർക്കപ്പെടേണ്ട ഒരു വിഭാഗമായി കരുതിയിട്ടില്ല എന്ന് ഇവിടുത്തെ ഇലക്ഷൻ റിസൾട്ടുകൾ അനലൈസ് ചെയ്യുന്നവർക്ക് മനസ്സിലാകും. അപ്പൊ ഈ വിമോചന സമര കാലത്തെ കമ്മ്യൂണിസ്റ്റ് വിരോധം ഇന്ന് കത്തോലിക്ക സഭയ്ക്ക് ഇല്ല എന്ന് തന്നെയാണോ? വിമോചന സമരകാലത്ത് കമ്മ്യൂണിസ്റ്റ് വിരോധം ഉണ്ടായിരുന്നു എന്ന ചോദ്യത്തിൽ അർത്ഥമാണ്. ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് വിരോധത്തിന്റെ പേരിലല്ല വിമോചന സമരം. ഒരു ആന്റി കമ്മ്യൂണിസ്റ്റ് പൊസിഷൻ വിമോചന സമരകാലത്ത് മാത്രമല്ല, അതിനുശേഷവും ഒക്കെ ഒരു ആന്റി ലെഫ്റ്റ് പൊസിഷൻ സഭ എടുക്കാറുണ്ട്, വളരെ റീസെന്റ് വരെ. ഇപ്പൊ മാറ്റമുണ്ട്. ഇതിനകത്ത് ഐഡിയോളജിക്കൽ ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസ് ഇല്ല എന്ന് കമ്മ്യൂണിസ്റ്റുകാരും പറയുന്നില്ല, ഞങ്ങളും പറയുന്നില്ല. അതായത് ക്രിസ്ത്യൻ ഐഡിയോളജിയുമായിട്ട് കമ്മ്യൂണിസം ഒത്തുപോകാത്ത 2 മേഖലകളുണ്ട്. ഒന്ന്, അതിനകത്തെ നിരീശ്വരവാദം, ഡയലക്റ്റിക്കൽ മറ്റീരിയലിസം. അത് കമ്മ്യൂണിസത്തിൻ്റെ പ്രഖ്യാപിത നയമാണ്, അതാണ് ഞങ്ങൾ ആരോപിക്കുന്നതല്ല, കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയാണ്. ആ ഐഡിയോളജി യഥാർത്ഥത്തിൽ ഇവിടെ പ്രശ്നമാണ്. രണ്ടാമത്തേത് അവരുടേത് വർഗസമരം. ഈ വർഗസമരം ഹേഗലിൻ്റെ ഫിലോസഫിയിൽ നിന്നാണല്ലോ അവരിത് രൂപം കൊടുത്തുകൊണ്ടുവരുന്നത്. തീസിസ്, ആൻറ്റി തീസിസ്, സിന്തസിസ്, തൊഴിലാളി വർഗം, മുതലാളി വർഗം, അവർ തമ്മിലുള്ള സംഘർഷം എന്ന് പറയുന്ന ആ വർഗസമരമാണ് സമൂഹത്തിൻ്റെ അന്തർധാര ശക്തി എന്ന് പറയുന്നതിനോട് സഭയ്ക്ക് വിയോജിപ്പുണ്ട്. സഭ ഈ ഡയലക്റ്റിക്സ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നത് വ്യക്തിയിലാണ്. എൻ്റെ ഉള്ളിൽ തന്നെ നന്മയും തിന്മയുമുണ്ട്, അതിനോട് ഞാൻ സമരം ചെയ്യുന്നതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നത് എന്താണ്? വ്യക്തിയിലല്ല സമൂഹത്തിലാണ് ഈ പ്രശ്നമുള്ളത്. ഇതാണ് ഇവിടുത്തെ അടിസ്ഥാനപരമായ ഒരു ഐഡിയോളജിക്കൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് സഭ പറയും വ്യക്തിയാണ് നന്നാകേണ്ടത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയും വ്യക്തിയല്ല സമൂഹമാണ് നന്നാകേണ്ടത്. ഈ ഒരു ഐഡിയോളജിക്കൽ ഡിഫറൻസ്, വർഗസമരം അതുപോലെ ഭൗതികവാദം, ഈ 2 കാര്യത്തിൽ ഐഡിയോളജിക്കൽ ഡിഫറൻസ് കമ്മ്യൂണിസവുമായിട്ട് കത്തോലിക്ക സഭയ്ക്ക് എപ്പോഴും ഉണ്ട്. അതിന് മാറ്റമൊന്നുമില്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ ഒത്തിരി മാറി. അവർ പറഞ്ഞു അങ്ങനെ നിരീശ്വരവാദം ഞങ്ങളുടെ പ്രഖ്യാപിത അജണ്ടയല്ല. മതവിശ്വാസികൾക്ക് പാർട്ടിയിൽ അംഗമാകും, പാർട്ടി അംഗങ്ങൾക്ക് മലയ്ക്ക് പോകുന്നതിന് തടസ്സമില്ല, പള്ളി കമ്മിറ്റിയിൽ അംഗമാകുന്നതിന് തടസ്സമില്ല. പറഞ്ഞത് 57 EMS ഒരിക്കലും പറയല്ല. അതേസമയം പിന്നീട് ഇപ്പോഴത്തെ പിണറായി വിജയനും ഈവൻ അച്യുതാനന്ദൻ എന്ന ശക്തനായ കമ്മ്യൂണിസ്റ്റ് പോലും ആ കാലഘട്ടത്തിൽ ഈ ഒരു ഐഡിയോളജിക്കൽ ഡിഫറൻസ് അവരെ കൊണ്ടുവന്നിരുന്നു. ഈ മാറ്റം ലെഫ്റ്റിന് ഉണ്ടായിട്ടുള്ള ഈ ഒരു മാറ്റം നല്ലതാണോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ ഐഡിയോളജിയിൽ വരുത്തുന്ന മാറ്റം ഞങ്ങൾക്ക് സ്വീകാര്യമാണ്. അതായത് മതപക്ഷത്തെക്കുറിച്ചും ദൈവവിശ്വാസത്തെക്കുറിച്ചും അവർ വരുത്തിയ മാറ്റം ഞങ്ങൾക്ക് സന്തോഷകരവും സ്വീകാര്യവുമാണ്. അത് അവർക്ക് ഗുണം ചെയ്യുമോ ഇല്ലയോ എന്ന് വിലയിരുത്താൻ ഞാൻ ആളല്ല. ഈ കൊച്ചിയിൽ ഈ മേയറിന്റെ തെരഞ്ഞെടുപ്പില്ലേ, ലാറ്റിൻ സഭ, ലാറ്റിൻ ആൾക്കാരാണ് 18 കൗൺസിലേഴ്സ് കോൺഗ്രസിൽ ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് ഓപ്പണായിട്ട് പത്രസമ്മേളനം വരെ ഇന്ന് നടത്തി. അപ്പൊ അതിനോടൊക്കെ യോജിപ്പുണ്ടോ? അങ്ങനെ മേടിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് അതൊരു... അതിനകത്ത് ഞാനൊരു അഭിപ്രായം പറഞ്ഞൊരു പക്ഷം പിടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ലോക്കലായ വിഷയങ്ങളിൽ കുറേ പ്രാദേശിക വികാരങ്ങളും പ്രാദേശിക പ്രശ്നങ്ങളും ഉണ്ടാകും. ഇപ്പോൾ ഇവിടുത്തെ ഒരു മേയർ സ്ഥാനം എന്ന് പറയുന്നത് അത് ഈ പ്രദേശത്തെ കൗൺസിലേഴ്സ് ഒരുമിച്ച് കൂടി എടുക്കേണ്ട തീരുമാനമാണ്. UDF അവർ വസ്തുതാപരമായി കാര്യങ്ങൾ പഠിച്ച് ശരിയായ തീരുമാനം എടുക്കും എന്നാണ് എൻ്റെ വിചാരം. അത് ലത്തീൻ ക്രിസ്ത്യാനി ആയാലും മറ്റേതെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും ക്രിസ്ത്യാനി അല്ലാത്ത ആൾ വന്നാലും അത് ഈ നഗരത്തിന് ഏറ്റവും അനുയോജ്യമായ കൗൺസിലർ ആരാണ് നഗര മാതാവാകാൻ പറ്റിയത് അവർ തിരഞ്ഞെടുക്കട്ടെ എന്നുള്ളൊരു തുറന്ന സമീപനമാണ് ഈ കാര്യത്തിൽ എനിക്കുള്ളത്. കാരണം നമ്മളെല്ലാത്തിലും ഏതിലും മതം മാത്രം കൊണ്ടുവരുമ്പോൾ, മതം മാത്രം ഒന്നിൻ്റെ മാനദണ്ഡമായി വരുമ്പോൾ അവിടെ അർഹതപ്പെട്ടവർക്ക് അവകാശങ്ങൾ നിഷേധിക്കപ്പെടും. പക്ഷേ നമ്മളിപ്പം സഭയിൽ തന്നെ കാണുന്നത് ഈ സഭയിൽ പോപ്പ് പോലും പറയുന്നത് അനുസരിക്കാൻ കൂട്ടാക്കാത്ത പറഞ്ഞ ഈ യൂണിഫൈഡ് മാസിന്റെ കാര്യമാണ്. അത് ഒരു കോൺട്രഡിക്ഷൻ അല്ലേ? അത് പോപ്പിനെ ധിക്കരിച്ചു എന്ന മട്ടിലേക്ക് അതിനെ നമ്മൾ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ ഞാനും അങ്ങനെ ചിന്തിച്ചിരുന്നതാണ്.
ഇവിടെ ഇതിൻ്റെ ചുമതലയിൽ വരുന്നവരെയും എൻ്റെയും ചിന്താഗതി അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ഇവിടെ വരുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് ഇവരാരും പോപ്പിനെതിരല്ല. പോപ്പിനെ ഇവർ അത്രമേൽ ആദരവോടെ നോക്കിക്കാണുന്ന ഒരു സമൂഹമാണ് ഇവിടെയുള്ളത്. അവർക്ക് മാർപ്പാപ്പായോട് ഒരു വിരോധമില്ല. ഇവർ പറയുന്നത് ഞങ്ങൾ ഇവിടെ എടുത്തൊരു തീരുമാനമാണ്. പോപ്പ് ഔദ്യോഗികമായി എടുത്തൊരു തീരുമാനമല്ല. ഇവിടെ ഒരു തീരുമാനത്തെ പോപ്പ് എൻഡോഴ്സ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ അവരുടെ വികാരങ്ങൾ മാനിക്കപ്പെട്ടില്ല എന്നുള്ളൊരു ചിന്താഗതി അവർക്കുണ്ടായി. അതിനോട് അവർ പ്രതിഷേധിച്ചു. ആ പ്രതിഷേധം പരിധി വിട്ടു പോകുന്നൊരു സാഹചര്യം വന്നപ്പോഴാണ് സിനഡ് തീരുമാനിച്ചു, ഓക്കെ, അവരുടെ വികാരങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് ഇപ്പോൾ പോപ്പ് പറഞ്ഞ ആ ഒരു കാര്യം പൂർണ്ണമായും നടപ്പിലാക്കുന്ന ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ അത് ഭാഗികമായി നടപ്പിലാക്കുന്ന ഒരു സംവിധാനം. അപ്പോഴും അത് മാർപ്പാപ്പ പറഞ്ഞ ഒരു കാര്യം എന്ന നിലയിൽ തന്നെയാണ് ഇവിടെ അത് സ്വീകരിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രസൻറ്റ് ക്രൈസിസ് ഒരു ആൻറ്റി പേപ്പൽ മൂവ്മെൻ്റ് ആയിട്ടൊന്നും അതിനെ വ്യാഖ്യാനിക്കുന്നത് ഒരിക്കലും വസ്തുതാപരമല്ല. മറിച്ച് അതിന് ഈ ഒരു പ്രദേശത്തിൻ്റെ ജിയോഗ്രഫിക്കലായിട്ടുള്ളത്, അതുപോലെ സഭയ്ക്കുള്ളിലെ ചില ഇൻഫൈറ്റ്സുകൾ, ഇതെല്ലാം ഇതിന് കാരണമായിട്ടുണ്ട്. അത് ഒരു പരിധി വിട്ട് ഒരു പിളർപ്പിലേക്ക് നീങ്ങാൻ പാടില്ല എന്ന് സഭാ നേതൃത്വം തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഇപ്രകാരമുള്ള ചില ക്രമീകരണങ്ങൾ സഭാ നേതൃത്വം തന്നെയാണ് ഇങ്ങനെ ഒരു റിക്കൺസിലിയേറ്ററി ഫോർമുല രൂപീകരിച്ചതും ആ ഫോർമുലയെ പോപ്പിൻ്റെ അടുത്ത് തൊട്ട് എല്ലാ റോമിലെ അധികാരികളുടെ അടുത്തും അംഗീകാരം വാങ്ങിയ ശേഷമാണ് ഇവിടെ നടപ്പിലാക്കിയിരിക്കുന്നത്. അതൊരിക്കലും ഒരു റിബൽ ഫോഴ്സിനെ നമ്മൾ സപ്പോർട്ട് ചെയ്തു എന്ന മട്ടിൽ അതിനെ മനസ്സിലാക്കേണ്ടതില്ല. കാരണം ചില കാര്യങ്ങളിൽ തീരുമാനം എടുത്തു കഴിയുമ്പോൾ അത് തീരുമാനം തെറ്റിയെന്നല്ല അതിൻ്റെ അർത്ഥം. മറിച്ച് ആ തീരുമാനങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിൽ ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കുന്നു. ആ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അതെന്താ, മനുഷ്യരല്ലേ, മനുഷ്യൻ്റെ വിചാരങ്ങളെയും വികാരങ്ങളെയും റെസ്പെക്റ്റ് ചെയ്യണം. അപ്പോൾ അവർക്കത് അനുസരിക്കാൻ ബുദ്ധിമുട്ടുള്ള സാഹചര്യം ഏതാണ്? അപ്പോൾ അതിനെ ഒരു റിക്കൺസിലിയേറ്ററി ടോണിൽ ആ ഒരു രീതിയിൽ അതിനെ സമീപിക്കാനാണ് സഭ ശ്രമിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് എന്നെ ഇവിടെ നിയോഗിച്ചത്. ഒരു പരിധിവരെയും ആ ഒരു സമാധാന അന്തരീക്ഷത്തിലേക്ക് ഈ സമൂഹം ഈ രൂപത കടന്നു വരുന്നുണ്ടെന്നാണ് എൻ്റെ വിചാരം. പിതാവ് ഇപ്പം അത് ഇൻവോൾവ് ആയിട്ട് അതിൻ്റെ ഡിസ്കഷൻ എന്തായി? അതിൻ്റെ ഒരു ഏതാ ഇതിൻ്റെ ഡിസ്കഷനിൽ പിതാവ് രമ്യമായിട്ട് പരിഹരിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസമുണ്ടോ? ഇപ്പം പഴയതുപോലെ ഇവിടെ കലാപങ്ങളൊന്നും ഇല്ലല്ലോ. പിതാവ് പറഞ്ഞായിരുന്നല്ലോ, നമ്മൾ ഈ പൊളിറ്റീഷ്യൻസിൻ്റെ പറ്റി ഒരു ബാഡ് ഒപ്പീനിയൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മളുടെ സഭയിലെ ആൾക്കാർ പൊളിറ്റിക്സിലേക്ക് പോകാതിരുന്നത്. ഇപ്പോൾ നമ്മളുടെ ഈ ഇഷ്യൂ, എറണാകുളം അങ്കമാലി ആർക്കിപ്പാർക്കിയുടെ ഈ ഇഷ്യൂവിൽ തന്നെ വൈദികർക്കും ഭയങ്കര ഒരു കോട്ടം തട്ടിട്ടുണ്ട്. അതുപോലെ ഈ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ, നമ്മുടെ ഈ സഭയിലെ ചെറുപ്പക്കാരുടെ ഇടയിൽ ആ ഒരു ഫീലിംഗ്, ചർച്ചിലാണെങ്കിലും ഇങ്ങനെയാണ്. അപ്പോൾ അവർ ആ ചർച്ചിൽ നിന്ന് അകന്നു പോകുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതിന് എന്തെങ്കിലും? തീർച്ചയായും അത്തരത്തിലുള്ള ഈ വഴിവിട്ട രീതിയിലുള്ള പ്രതികരണങ്ങളും സമരങ്ങളും ഒക്കെ സാധാരണ വിശ്വാസി, പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിനെ വളരെ ദോഷകരമായി ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെയും വിചാരം. അത് ഞങ്ങൾ ആ സത്യ എളിമയോടെ മനസ്സിലാക്കാനും അത് തിരുത്താനും ഞങ്ങളുടെ ഭാഗത്തെ തെറ്റുകൾ തെറ്റാണെന്ന് സമ്മതിച്ചുകൊണ്ട് ശരിയുടെ പക്ഷത്തേക്ക് യുവജനങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനുമുള്ള പരിശ്രമങ്ങളാണ് ഞങ്ങളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പം ഈ വത്തിക്കാനിൽ പോയപ്പം ഈ ആർച്ച് ഡയോസിസിൻ്റെ ബൗണ്ടറീസ് റീഡ്രോ ചെയ്യുന്നു എന്ന് പറഞ്ഞായിരുന്നു, ഈ 12 ഡയോസിസിൻ്റെ. അത് ഏത് രീതിയിലാണ്? അത് ഈ രൂപതയായിട്ടൊന്നും അതിന് ബന്ധമില്ല. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാർപ്പാപ്പ 2017 ഒരു എഴുത്ത് തന്നിരുന്നു. ഇന്ത്യയിൽ, കേരളത്തിൽ, കർണാടകയിലൊക്കെ സിറോ മലബാർ സഭയ്ക്ക് പിന്നെ നിശ്ചിത സ്ഥലങ്ങളിൽ മാത്രമേ സിറോ മലബാർ സഭയ്ക്ക് സ്വന്തമായ ഭരണ സംവിധാനം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കാനോനിക ഭാഷയിൽ പറഞ്ഞ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നു. 2017 ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് ഇന്ത്യ മുഴുവനും സിറോ മലബാർ സഭയ്ക്ക്, ലത്തീൻ സഭയ്ക്ക് ഉള്ളതുപോലെ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കും. അങ്ങനെ സ്വാതന്ത്ര്യം കൊടുത്തപ്പോൾ
ഈ ഇന്ത്യയിലെ സിറോ മലബാർ സഭകളുടെ അതിരുകൾ പുനർനിർണയം ചെയ്യേണ്ടി വന്നു. അത് ഇത്രയും വലിയൊരു രാജ്യത്തെ ഈ രൂപതയുടെ അതിർത്തികൾ പുനർനിർണയിക്കുന്നതിന് 5-8 കൊല്ലം എടുത്തു എന്നുള്ളത് സത്യമാണ്. ആ പുനർനിർണയിച്ച് ലത്തീൻ സഭയും സിറോ മലബാർ സഭയും തമ്മിൽ ധാരണയിലെത്തിയ കാര്യങ്ങൾ റോമിൽ കൊടുത്തത് റോം അംഗീകരിച്ചു എന്നാണ് എൻ്റെ അർത്ഥം. എറണാകുളമായിട്ട് അതിനൊരു ബന്ധമില്ല. ഇടയ്ക്കൊരു റൂമർ ഉണ്ടായിരുന്നു ഇത് സ്പ്ലിറ്റ് ആവും പറഞ്ഞു. എറണാകുളം സ്പ്ലിറ്റായി വേറെ സഭയായി മാറുന്നു. അങ്ങനെ ഒരു റൂമർ ഞാനും കേട്ടിരുന്നു. പക്ഷേ അതിനൊരു സാധ്യത വളരെ കുറവാണ്. കാരണം ഇവിടുത്തെ ആളുകൾ, വൈദികരും എല്ലാവരും റോമൻ മാർപ്പാപ്പായുടെ നേതൃത്വം അംഗീകരിക്കുന്നവരും മാർപ്പാപ്പായുടെ കീഴിലായിരിക്കുന്നതിൽ അഭിമാനിക്കുന്നവരും. അതുകൊണ്ട് ആ ഒരു കത്തോലിക്ക സഭയുടെ ഭാഗമാവുക എന്ന് പറയുന്നതിനെ ഒരു വലിയ മഹത്വമായി ചിന്തിക്കുന്നവരാണ് ഈ രൂപതയിലെ വിശ്വാസികളും വൈദികരും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ പറഞ്ഞൊരു റൂമറായിരിക്കും ഇവര് ഈ കത്തോലിക്ക സഭ വിട്ടുപോകുന്ന. അങ്ങനെ ഒരു സംവിധാനം സഭയിലില്ല. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സഭയുടെ അംഗീകരിക്കപ്പെട്ട സഭാവിഭാഗത്തിൻ്റെ ഭാഗമായിട്ട് ഒരു രൂപതയ്ക്ക് നിലനിൽപ്പുള്ളൂ. ഒരു രൂപത തന്നെ ഇന്നു മുതൽ ഞങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറഞ്ഞാൽ അവരെ കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്തു പോകുമല്ലാതെ വേറെ ഓപ്ഷനില്ല. ഇപ്പം നമ്മൾ ഫോർമുല ഡെവലപ്പ് ചെയ്തായിരുന്നല്ലോ ഇവിടുത്തെ ഇഷ്യൂ രമ്യപ്പെടുത്താൻ, അതിനെന്തെങ്കിലും ഡെഡ് ലൈൻ വല്ലതും ഉണ്ടോ? കാരണം ഓവർ എ പീരീഡ് ഓഫ് ടൈം ഈ രൂപത മാത്രമേ ഉള്ളല്ലോ ഈ സിനഡൽ മാസിലേക്ക്. ഡെഡ് ലൈൻ ഇതുവരെയും ഫിക്സ് ചെയ്തിട്ടില്ല. കാരണം ഇതൊരു വലിയ ട്രോമാറ്റിക് എക്സ്പീരിയൻസിലൂടെ കടന്നുപോയത് ഇരുപക്ഷത്തും. സഭാ നേതൃത്വത്തെ സംബന്ധിച്ചും ഇത് വളരെ ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത പ്രതിസന്ധിയാണ്. സാധാരണ ഇതിലൊരു നിർദ്ദേശം വരുന്നു, അതെല്ലാവരും സ്വീകരിക്കുന്നു, അങ്ങനെ അത് ശാന്തമായി പോകുന്നതാണ്. നേതൃത്വത്തെ സംബന്ധിച്ചും ഇത് വളരെ ഒരു അൺപ്രീസിഡൻറ്റഡായ ഒരു വിഷയമാണ്. ഒരു കുർബാന അർപ്പണ രീതി ഇത്രയും വലിയ തർക്ക വിഷയമാകുന്നു എന്നുള്ളു. അതുപോലെ തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കും വളരെ സ്ട്രെയിഞ്ചായ ഒരു കാര്യമാണ് എറണാകുളം അങ്കമാലി വിശ്വാസികളെ സംബന്ധിച്ച്. അതുകൊണ്ട് സിനഡ് തീരുമാനിച്ചത് അങ്ങനെ ഇപ്പം പ്രത്യേക ഡെഡ് ലൈനുകളൊന്നും വയ്ക്കണ്ട. ഗീവ് ദം ഇനഫ് ടൈം. അവരെ ഈ ഒരു സിസ്റ്റത്തോട് അക്കോമഡേറ്റ് ചെയ്യാൻ തക്ക വിധത്തിലുള്ള സമയം കൊടുക്കുക. ഒരു ഗ്രാജുവൽ ഇംപ്ലിമെൻറ്റേഷൻ എന്ന തത്വമാണ്. അതിന് വീണ്ടും അതിനകത്ത് വ്യവസ്ഥ വച്ചിട്ടുണ്ട്. ഇനി ഇതിന് മാറ്റം വരുത്തുന്നത് ഈ രൂപതയുമായി ബന്ധപ്പെട്ട കാനോനിക സമിതികൾ അവിടെയെല്ലാം ചർച്ച ചെയ്ത് അവരുടെയും കൂടി അപ്രൂവലോടുകൂടിയേ ഇതിന് മാറ്റം വരുത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ഏകപക്ഷീയമായ മാറ്റത്തിലേക്കും ഇനിയൊരു മറ്റൊരു മുകളിൽ നിന്നൊരു കൽപ്പന കൊണ്ട് ഇവിടെ വീണ്ടും പ്രതിസന്ധി ഉണ്ടാകുന്നൊരു സാഹചര്യം വേണ്ട എന്ന് തന്നെയാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. ഇവിടെ തന്നെ അത് ഗ്രാജുവലായിട്ട് ഈ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് അവർ വളരുന്നതിന് വേണ്ടി കാത്തിരിക്കാൻ സഭാ നേതൃത്വം സന്നദ്ധമാണ്. അത് ഇവിടുത്തെ ആൾക്കാർക്ക് ഒരു ഫീലിംഗ് ഉണ്ട്. അതായത് ചങ്ങനാശ്ശേരിക്കാരാണ് ഇത് മൊത്തത്തോടെ, ആ ഒരു ചങ്ങനാശ്ശേരി എഫക്റ്റാണ് ഇങ്ങോട്ട് അടിച്ചേൽപ്പിക്കുക. ആ ഒരു ഫീലിംഗ് ഇവിടെ ഭയങ്കരമായിട്ട് പ്രിവലൻ്റാണ്. അത് എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുമോ ഈ ഓരോ പീരീഡ്? അങ്ങനെയല്ല, ഈ ചങ്ങനാശ്ശേരിക്കാർ ഇതിനു വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടോ ഒരു ഉപദ്രവം ചെയ്തിട്ടുണ്ടോ എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ഇവിടെ ചോദിച്ച ചോദ്യം കറക്റ്റാണ്. അങ്ങനെ ചിന്തിക്കുന്നവരുടെ ഒരു വലിയ എണ്ണം ഇവിടെ ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ ഞങ്ങൾ ഈ സിസ്റ്റത്തിൻ്റെ ഭാഗമായി വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾക്കറിയാം ചങ്ങനാശ്ശേരിക്കാർ പ്രത്യേകിച്ച് ഒന്നും ഇതിനു വേണ്ടി ചെയ്തിട്ടില്ല. പിന്നെ എറണാകുളവും ചങ്ങനാശ്ശേരിയും തമ്മിൽ ഒരു ചെറിയ ശീതസമരം, ഒരു കോൾഡ് വാർ പണ്ട് മുതലേ ഉണ്ട്. അത് ആശയപരമാണ്. പലപ്പോഴും നേതൃത്വം തമ്മിലോ ആളുകൾ തമ്മിലോ ഒന്നും. ചങ്ങനാശ്ശേരിയിൽ ഒരുപാട് പെണ്ണുങ്ങളെ എറണാകുളത്ത് കെട്ടിച്ചിട്ടുണ്ട്, ഇവിടുത്തെ പിള്ളേരെ അവിടെ കെട്ടിച്ചിട്ടുണ്ട്. പക്ഷേ ആശയപരമായി ഒരു കുറേ കൂടി ഈ ഉറവിടങ്ങളോട് വിശ്വസ്തത പുലർത്തണം, റിസോഴ്സ്മെൻറ്റ്. ആ ഒരു ആശയമാണ് ചങ്ങനാശ്ശേരിയുടെ ഒരു ഐഡിയോളജി എന്ന്. ഈ രൂപത കുറേ കൂടി നവീകരണത്തെ മുറുകെ പിടിക്കുന്ന ഒരു രൂപതയാണ്. ഇങ്ങനെ ആശയപരമായ ഒരു അകലം ഈ രണ്ട് രൂപതകളുടെ
ചിന്താധാരകളിലുണ്ട് എന്നുള്ളത് സത്യമാണ്. ആ ചിന്താധാരകളാകാം ഒരുപക്ഷെ ഈ ഒരു കാരണത്തിന്, ഈ ഒരു വിഷയത്തിന് നിമിത്തമാകും. പലപ്പോഴും കുർബാന അങ്ങോട്ട് തിരിയണമെന്നൊക്കെ പറയുന്നത് ഈ ഒരു റിസോഴ്സ്മെൻറ്റിൻ്റെ, നമ്മുടെ പാരമ്പര്യത്തിലേക്കുള്ള തിരിച്ചുപോക്കാണല്ലോ. ആ തിരിച്ചുപോക്കായതുകൊണ്ട് അത് ചങ്ങനാശ്ശേരിക്കാരുടേതാണ് എന്ന് ധരിച്ചു പോകുന്നതായിരിക്കും. വാസ്തവത്തിൽ അതങ്ങനെയല്ല. എല്ലാവരും കൂടി ആലോചിച്ചെടുത്ത 99 തന്നെ എടുത്തു വെച്ചൊരു തീരുമാനമാണ്. അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ 10-20 കൊല്ലം എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. എടുത്തപ്പം അത് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു സമയത്ത് അത് എടുക്കപ്പെട്ടു എന്നുള്ളതാണ് മറ്റൊരു പ്രതിസന്ധി. സുഹൃത്താണ് നമ്മളുടെ ബസിലിക്ക പള്ളിയിൽ ഈ ക്രിസ്മസിനെങ്കിലും കുർബാന ഉണ്ടാവും. ക്രിസ്തുമസിന് കുർബാന ചൊല്ലണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിനുവേണ്ടിയുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അത് ഇപ്പോൾ ഉള്ള തടസ്സമെന്ന് പറയുന്നത് കോടതിയുമായി ബന്ധപ്പെട്ട കുറച്ച് കേസുകൾ ഇതിനകത്തുണ്ട്. ആ കേസുകളെ എങ്ങനെ വ്യാഖ്യാനിക്കുന്നുവെന്നും ചില ജഡ്ജിമാർ പറയുന്നു കുർബാന ഞങ്ങൾ തടഞ്ഞിട്ടില്ല, നീ കുർബാനയില്ലെന്ന്, ഞങ്ങളൊരു പള്ളിയിലെയോ അമ്പലത്തിലെയും ആരാധനാ കാര്യങ്ങളെ തടസ്സപ്പെടുത്താറില്ല, നിങ്ങൾക്ക് കുർബാനയെല്ലാം സാരിയുണ്ട് ചൊല്ലിക്കൂ എന്ന് ഈ അടുത്ത കാലത്ത് ഒരു കോടതി വിചാരണ വേളയിൽ അവർ പറയുന്നത് കേട്ടു. വേറെ ചിലർ പറയും അല്ല, അതിന് കുർബാന ഒഴികെയുള്ള കർമ്മങ്ങളെ ചെയ്യാൻ ഇപ്പോൾ അനുവാദമുള്ളൂ എന്നുള്ള വാദമുണ്ട്. എനിവേ ഇതെല്ലാം ഇനിയും ഒരു കുർബാന ചൊല്ലി ഒരു തർക്കം ഉണ്ടാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അത് ശാന്തമായി സെറ്റിൽ ചെയ്തിട്ട് കുർബാന ചൊല്ലാം എന്ന ഒരു വിചാരത്തിലാണ് നമ്മളിപ്പോൾ നീങ്ങുന്നത്. ഈ തർക്കത്തിൽ നോക്കുമ്പോൾ കുറേ വൈദികന്മാർ ഇൻവോൾവ് ആയിട്ടുണ്ടായിരുന്നു. ഈ പ്രൊട്ടസ്റ്റിലും അതിലൊക്കെ വയലൻസ് നടന്നിട്ടുണ്ട്. അപ്പോൾ വയലൻസിൽ ഇൻവോൾവ് ആയിരുന്നു. അപ്പോൾ അതെങ്ങനെ കാണുന്നുണ്ട് ഈ വൈദികന്മാർക്ക് ഈ വയലൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന? വൈദികർ പ്രൊട്ടസ്റ്റ് ചെയ്തു എന്ന് പറയുന്നത് ശരിയാണ്. വൈദികർ നേരിട്ട് എന്തെങ്കിലും വയലൻസ് നടത്തിയതായിട്ട് ഇല്ല. വയലൻസ് നടന്നത് മറ്റ് സാഹചര്യങ്ങളിലോ മറ്റ് വ്യക്തികളിൽ നിന്നും ആകാം. വൈദികർ നേരിട്ട് വയലൻസിൽ ഏർപ്പെട്ടതായിട്ട് നേതൃത്വം കൊടുത്തിട്ടുണ്ട് ഈ പ്രൊട്ടസ്റ്റിന്. ആ പ്രൊട്ടസ്റ്റിലാണ് വയലൻസ് ഉണ്ടായിരുന്നത്. തറയിൽ കയറി അതെ, അച്ഛന്മാരൊക്കെ ഒരു പ്രായമുള്ള അച്ഛനെ വേറൊരു അച്ഛൻ വന്ന് താഴെ ഉന്തിയിടുകയും ഓക്കെ, അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ട്. അതെ, ഓക്കെ അത് അത്തരം സംഭവങ്ങൾ ചില തെറ്റിദ്ധാരണകൾ മൂലം സംഭവിച്ചു എന്നാണ് അവർ പറയുന്നത്. ഞാനിതിൻ്റെ ചുമതല വന്ന ശേഷം ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചപ്പോൾ വത്തിക്കാൻ്റെ പ്രതിനിധിയോടൊന്നും അല്ല അവർക്ക് എതിരുണ്ടായിരുന്നത്. അന്ന് ആ പള്ളിയുടെ ചുമതല ഉണ്ടായിരുന്ന ഒരു അച്ഛൻ ഇദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തെ കയറ്റാതിരിക്കാനാണ് ഇവർ സമരം ചെയ്തുകൊണ്ട് ആ കൂടെ ഇദ്ദേഹം വന്നതാണ് അവരെ പ്രകോപിപ്പിച്ചത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത്തരത്തിലുള്ള കുറേ തെറ്റിദ്ധാരണ. പിന്നെ അദ്ദേഹം വിശുദ്ധ കുർബാനയുമായിട്ടാണ് പള്ളി വരുന്നത് എന്നുള്ളത് ഇവർക്ക് ആർക്കും അറിയാൻ പാടില്ലാത്ത കാര്യമായിരുന്നു. വിശുദ്ധ കുർബാനയും കൊണ്ട് വന്ന വത്തിക്കാൻ പ്രതിനിധിയെ കുപ്പിയെറിഞ്ഞു എന്നുള്ളത് വലിയ ഗൗരവമുള്ള തെറ്റാണ്. പക്ഷേ ആ തെറ്റിനെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഇവർ വത്തിക്കാൻ പ്രതിനിധി അല്ല വാസ്തവത്തിൽ പ്രതിരോധിക്കാൻ ശ്രമിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. ഇവരുടെ ഭാഗം അതാണ്. എനിവേ അതൊരു സിവിയർ ആയിട്ടുള്ള ഒരു ഇൻഡിസിപ്ലിനാണ് വാസ്തവത്തിൽ. അത്തരം കാര്യങ്ങളിൽ സഭ എല്ലാവരെയും ശിക്ഷിച്ച് നന്നാക്കാൻ പറ്റും. ഒരു ഇൻഡിവിജ്വലിൻ്റെ വിഷയമൊക്കെ ആണെങ്കിൽ ശിക്ഷയിലൂടെ പരിഹരിക്കാം. ഒരു മാസ് മുഴുവനുമായിട്ടും ഒരു കാര്യത്തോട് റിയാക്ട് ചെയ്യുമ്പോൾ നമ്മളതിനെ ശിക്ഷിച്ച് മാത്രം നന്നാക്കിയെടുക്കാൻ പറ്റും എന്ന് ചിന്തിക്കുന്നത് പ്രായോഗികമല്ല. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. മറിച്ച് അവർക്കതിൽ റിപ്പൻറ്റൻസ് ഉണ്ടാവുക, അവരാ തെറ്റ് അംഗീകരിക്കുക. ഈ നടപടികൾ എടുത്തിട്ടുള്ളവർ പല വൈദികർക്കെതിരെയും നടപടികൾ സഭാപരമായിട്ട് എടുത്തിരുന്നു. അത് റിപ്പൻറ്റൻസ് അവർ പ്രകടിപ്പിച്ചു കഴിയുമ്പോൾ അവർക്കെതിരെയുള്ള ശിക്ഷാ നടപടികൾ ഒഴിവാക്കുക എന്നുള്ളതാണ് സഭയിലെ ഒരു രീതി എന്ന് പറയും. ഇത്തരം വിഷയങ്ങൾ മറ്റ് ഇൻഡിവിജ്വലായിട്ടുള്ള മറ്റ് ക്രൈമുകളിൽ പെട്ടവർക്ക് അങ്ങനെ ഒഴിവൊന്നുമില്ല. ഇത്തരം വിഷയങ്ങളിൽ ഇത് പലതും ആശയപരമായും അതുപോലെ ഒബീഡിയൻസിൻ്റെ തലത്തിലുള്ള വിഷയങ്ങളാണ്. ആ വിഷയങ്ങളിൽ പലപ്പോഴും ഈ രീതിയിലുള്ളൊരു സമീപനമേ നമുക്ക് എടുക്കാൻ പറ്റുകയുള്ളൂ. അതാണ് എൻ്റെ മുൻഗാമികളായ ബിഷപ്പുമാർ ഇവിടെ സ്വീകരിച്ച നയം.
എനിക്ക് തോന്നുന്നു അവർ അന്നത്തെ സാഹചര്യത്തിൽ ഇതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ മുമ്പോട്ട് കൊണ്ടുപോകാൻ സഹായകമായ നിലപാടുകൾ തന്നെയാണ് എടുത്തിരുന്നതെന്നാണ് എൻ്റെ വിചാരം. ക്രിസ്ത്യൻ വിശ്വാസികളല്ലാത്തവർക്ക് പോലും വളരെ ഷോക്കിംഗ് ആയിരുന്നു പള്ളിയുടെ ഉള്ളിൽ നടന്ന ആ വയലൻസ്. നമ്മൾ ലൈവായിട്ട് അതും പിന്നെ അച്ഛന്മാരൊക്കെ പത്രസമ്മേളനം നടത്തുമ്പം ടോട്ടലി അൺപാർലമെന്ററി ആയിട്ടുള്ള ലാംഗ്വേജ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കി സമുദായത്തിലുള്ള ആൾക്കാർ ഞങ്ങളോട് ചോദിക്കും, നിങ്ങൾ ക്രിസ്ത്യാനികൾ ഇങ്ങനെയാണോ, നിങ്ങളുടെ അച്ഛന്മാരുടെ പറ്റി ഇങ്ങനെ എല്ലാവരും ഞങ്ങളുടെ വിചാരം എന്നൊക്കെ പറഞ്ഞു. അപ്പം ആ ഒരു ക്രിസ്ത്യാനിറ്റിയിൽ തന്നെ ഒരു ഭയങ്കര ഒരു ബാഡ് മാർക്കായി മാറി ആ ഒരു. തീർച്ചയായും ആ കാലഘട്ടത്തിലെ പ്രതികരണങ്ങൾ, പത്രസമ്മേളനങ്ങൾ ഒക്കെയും അത് വളരെ അൺപ്രീസിഡൻറ്റഡ് ആയിരുന്നു അല്ലേ. അങ്ങനെ ഒരു കാര്യം ഇവിടെ നമ്മുടെ സമൂഹത്തിൽ വൈദികർ സമരത്തിനിറങ്ങുന്നതും മെത്രാന്മാരെ വെല്ലുവിളിക്കുന്നതും പത്രസമ്മേളനം നടത്തുന്നതും ഒന്നും നമ്മളാരും കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ്. അങ്ങനെ കേൾക്കാത്തൊരു കാര്യം കേൾക്കുമ്പോൾ ശരിക്കും ഒരു എംബാരസ്മെൻറ്റ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് മാത്രമല്ല പൊതുസമൂഹത്തിനുണ്ട്. പൊതുസമൂഹത്തിലെ വളരെ റെപ്യൂട്ടഡായ ആളുകൾ പോലും എന്നോടും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്കിത് എന്ത് പറ്റി, നിങ്ങളോട് ഇങ്ങനെ തുടങ്ങിയാൽ ഈ സമൂഹം എവിടെ പോകും എന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുള്ള മനുഷ്യരുണ്ട്. അതൊരു വസ്തുതയാണ്. സഭ അത് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഡിസിപ്ലിൻ വിട്ട് പോകാൻ ആരെയും അനുവദിക്കരുത്. ആ ഡിസിപ്ലിനിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. ഇപ്പം എല്ലാവരും കൂടി ഒന്നിച്ച് പ്രതികരിക്കുന്ന ഒരു സമയത്ത് ഡിസിപ്ലിനറി ആക്ഷനിലേക്ക് പോകുന്നതിനേക്കാളുപരി അതിനെ കുറച്ചുകൂടി മനസ്സിലാക്കാനും അവരുടെ വികാരങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അവരെ ചേർത്ത് നിർത്താനും അങ്ങനെ ഒരു അമിക്കബിൾ അറ്റ്മോസ്ഫിയർ രൂപീകരിച്ച ശേഷം ഇനിയുണ്ടാകുന്ന അതിക്രമങ്ങളെ അല്ലെങ്കിൽ വഴിതെറ്റലുകളെ ഡിസിപ്ലിനറി മെഷേഴ്സിലൂടെ നേരിടുക. അത് ആ ഒരു സ്റ്റെപ്പാണ് ഇപ്പോഴുള്ളത്. ഒരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ, ഇപ്പം നമ്മൾ ലെഫ്റ്റും കോൺഗ്രസുമായിരുന്നല്ലോ കേരളത്തിൽ. ഇപ്പോൾ ഒരു മൂന്നാം മുന്നണി BJPയുടെ നേതൃത്വത്തിൽ ഒരു തേർഡ് ഫ്രണ്ടും സ്ട്രോങ് ആയിട്ട് വരുന്നു. അപ്പോൾ അതിന് നമ്മൾ കേൾക്കുന്നത് ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഇൻക്ലൂഡിങ് ദ പ്രീസ് അവർ ഒരു വാമിങ് അപ്പ് ടു BJPയോട് എങ്ങനെയാണ് BJPയുടെ? അത് വാസ്തവത്തിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ ഞങ്ങൾ കൊടുത്തിരിക്കുന്ന പരിശീലനം അതിൻ്റെ ശരിയും തെറ്റും മനസ്സിലാക്കാനും അത് മനസ്സിലാക്കി ഉത്തരവാദിത്വ ബോധത്തോടെ തീരുമാനമെടുക്കാനും ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന ആത്മവിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ വോട്ടെടുപ്പിൻ്റെ തലേ ദിവസം മെത്രാനിച്ചം പറയേണ്ട കാര്യമില്ല, നീ ഇന്നവർ കൂട്ടിയ, അവരത് പ്രതീക്ഷിക്കുന്നുമില്ല. ഞങ്ങളത് പറയാൻ അവർ പ്രതീക്ഷിക്കുന്നില്ല. മറിച്ച് ഞങ്ങൾ അവർക്ക് കൊടുത്ത പരിശീലനത്തിലൂടെ അവർക്കറിയാം ഈ സാഹചര്യത്തിൽ ഏത് മുന്നണിയാണ് ഗുണകരമായത്. ആ രീതിയിലുള്ള അവരുടേതായ ചോയ്സുകൾ അവർ നടത്തുന്നതിനെ ഞങ്ങൾ വിലയിരുത്താറുണ്ടെന്നുള്ളത് സത്യമാണ്. അല്ലാതെ ഇത്തവണ ഇടതുമുന്നണിക്കാണ് നമ്മൾ വോട്ട് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞ് ക്രിസ്ത്യാനികളെല്ലാം കൂടെ ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്യുകയും ഇത്തവണ കോൺഗ്രസ്സിനാണെന്ന് പറഞ്ഞ് ക്രിസ്ത്യാനികളെല്ലാം കൂടെ കോൺഗ്രസ്സിന് ചെയ്യുക, ഒരു തവണ BJPക്ക് കൊടുത്താലോ എന്ന് വിചാരിച്ച് എല്ലാവരോടും BJPക്ക് കൊടുക്കുക. അങ്ങനെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ ട്രെയിൻ ചെയ്യപ്പെട്ട ഒരു സമൂഹമല്ല ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി. വാസ്റ്റ് മജോറിറ്റി ഓഫ് ദം ആർ വെൽ എഡ്യൂക്കേറ്റഡ്. അവർക്ക് വസ്തുതകളെ വിലയിരുത്താനും നിലപാടുകൾ സ്വീകരിക്കാനും അവകാശമുണ്ട് എന്ന് ചിന്തിക്കുന്നവരാണ് ഞങ്ങൾ സഭാ നേതൃത്വം. അതുകൊണ്ട് പണ്ട് കാലത്തൊക്കെ അങ്ങനെ പറഞ്ഞിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ സഭാ നേതൃത്വം ഇന്നവർ വോട്ട് കൊടുക്കണം എന്ന് പറയാറില്ല. മറിച്ച് ഞങ്ങൾ ഒബ്ജക്റ്റീവായ ചില കാര്യങ്ങളെ വിലയിരുത്താറുണ്ട്. ഇപ്പോൾ വന്യമൃഗ വിഷയം വന്നു, റബ്ബറിൻ്റെ വിലയിടിവിനെക്കുറിച്ച് കർഷകരുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഞങ്ങൾ സംസാരിക്കുന്നത് അത് ഇവിടുത്തെ ഇപ്പോൾ വന്യമൃഗത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. ഞങ്ങൾ ഉന്നയിച്ച വാദങ്ങളിൽ പലതുമാണ് കേരള സർക്കാർ വന്യജീവി നിയന്ത്രണ ബില്ലായിട്ട് കൊണ്ടുവന്നപ്പോൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നു. കാട് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത പന്നിയെ കാട്ടുപന്നി എന്ന് വിളിക്കാൻ പാടില്ല. ഫോറസ്റ്റ് കണ്ടിട്ടേ ഇല്ല. കർഷകൻ്റെ കൃഷിഭൂമിയിൽ പെറ്റുവരിക ഈ പന്നി എങ്ങനെയാണ് കാട്ടുപന്നിയാകുന്നത്? അത് ഞങ്ങൾ ഉന്നയിച്ച അടിസ്ഥാന ചോദ്യമാണ്. അത്തരം വിഷയങ്ങളെ അത് നടപ്പിലാകുമോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു വിഷയം. അത് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ മുൻകൈയെടുത്ത് ആ വിഷയങ്ങൾ ഉൾപ്പെടുന്ന ഒരു ബില്ല് നിയമസഭയിൽ അവതരിപ്പിച്ച് പാസ്സാക്കി എന്ന് പറയുന്നത് ഞങ്ങൾ ഉയർത്തുന്ന വാദമുഖങ്ങളെ ഇവിടെ രാഷ്ട്രീയ നേതൃത്വം ഗൗരവമായി കാണുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ്. അതിൻ്റെ പേരിൽ
എല്ലാവരും ആ മുന്നണിക്ക് വോട്ട് ചെയ്യണമെന്നൊന്നും ഞങ്ങൾ പറയുകയല്ല. മറിച്ച് ഈ നിലപാടുകൾ എവിടെ സ്വീകരിക്കപ്പെടുന്നു, എവിടെയാണ് ഈ നിലപാടുകൾ തിരസ്കരിക്കപ്പെടുന്നത്, അത്തരം കാര്യങ്ങളെ വിലയിരുത്താൻ ഈ കമ്മ്യൂണിറ്റിക്ക് കഴിവുണ്ട്. അത് വന്യമൃഗശല്യത്തിൽ ഇപ്പം ക്രൈസ്തവർ അനുഭവിക്കുന്ന പല അവഗണനകളെക്കുറിച്ച് പഠിക്കാനാണ് JB കോശി കമ്മീഷൻ വെച്ചത്. ആ കമ്മീഷൻ്റെ റിപ്പോർട്ട് കിട്ടിയിട്ട് 3 വർഷം കഴിഞ്ഞു. ഇതുവരെയും അത് വെളിച്ചത്ത് വന്നില്ല. അവിടെ എന്നാ ഉണ്ടായിരുന്നതെന്ന് അടുത്ത തെരഞ്ഞെടുപ്പ് വരാൻ പോകും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് അത് വെച്ചത്. 2ാം തെരഞ്ഞെടുപ്പ് വരുന്നു, എന്നിട്ട് അത് വെളിച്ചത്ത് വീഴുന്നില്ല. അതിന്റെ കാരണം എന്തായിരിക്കാമെന്ന് പിതാവ് ആലോചിച്ചിട്ടുണ്ടോ? അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ക്രൈസ്തവർക്ക് അനുകൂലമായ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആ കമ്മീഷൻ്റെ അതിനകത്ത് കാണുമല്ലോ. അപ്പോൾ അത് നടപ്പിലാക്കിയാൽ മറ്റേതെങ്കിലും സമുദായത്തിൻ്റെ വോട്ട് കുറഞ്ഞു പോകുമോ എന്ന ഭയം, അതായിരിക്കും അതിൻ്റെ കാരണമെന്ന് ഞാൻ വിചാരിക്കുന്നു. പലപ്പോഴും രാഷ്ട്രീയ കക്ഷികൾ ഒബ്ജക്റ്റീവായി കാര്യങ്ങളെ വിലയിരുത്തുന്നതിന് പകരം അവർക്ക് ഗുണകരവും നേട്ടവും ഉണ്ടാക്കുന്ന രീതിയിൽ മാത്രം തീരുമാനങ്ങൾ എടുക്കുകയും വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രം അടിസ്ഥാന വിഷയമാവുകയും ചെയ്യുമ്പോൾ ഇങ്ങനത്തെ പല രീതിയിലുള്ള അന്യായങ്ങൾ സമൂഹത്തിൽ സംഭവിക്കും. അത്തരത്തിലുള്ള നിലപാടുകൾ ഞങ്ങളുടെ സമൂഹത്തിലെ അംഗങ്ങൾ കാണുകയും വിലയിരുത്തുകയും ചെയ്യും. അതാണ് ഞങ്ങളെപ്പോഴും ഈ സാമൂഹിക വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത്. അത് ഞങ്ങളുടെ ഒരു പൊളിറ്റിക്കൽ ഫോർമേഷനും കൂടിയാണ്. ഞങ്ങളുടെ കമ്മ്യൂണിറ്റിക്കുള്ള പൊളിറ്റിക്കൽ ഫോർമേഷൻ. ഇനിയാൾ വോട്ട് ചെയ്യണമെന്ന് ഞങ്ങൾ ഒരിക്കലും പറയാറില്ല. പക്ഷേ നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണെന്ന് നമ്മുടെ സമുദായത്തെ ബോധ്യപ്പെടുത്തും. ആ പ്രതിസന്ധികളെ ആരൊക്കെ എങ്ങനെയൊക്കെ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളത് ഞങ്ങളുടെ സമൂഹം വിലയിരുത്തുകയും അതിനനുസരിച്ച് വോട്ട് ചെയ്യുകയും ചെയ്യും. ഈ BJP നേരത്തെ ചോദിച്ച ഈ കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ ഈ കണ്ടമാനം ധാരാളം ക്രിസ്ത്യൻ കാൻഡിഡേറ്റ്സ് എന്ന് BJPയിൽ നിൽക്കുകയുണ്ട്. അപ്പം BJPയുടെ ചർച്ചിൻ്റെ ഒരു അൺടച്ചബിലിറ്റി മാറിയുണ്ട്. BJP ക്രൈസ്തവ കാൻഡിഡേറ്റ്സിനെ നിർത്തി എന്നുള്ളത് സത്യമാണ്. അഭൂതപൂർവമായ ഒരു എണ്ണം ഈ BJP കാൻഡിഡേറ്റ്സിൽ ക്രിസ്ത്യൻസിന് വന്നത് ഞങ്ങളും ശ്രദ്ധിച്ചിരുന്നു. അത് അവരുടെ സഭ അവരോട് ആവശ്യപ്പെട്ടതുകൊണ്ട് അവർ ചെയ്തതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മറിച്ച് അവർക്ക് അവരുടെ മേലുള്ള ചില ലേബലുകൾ മാറ്റിയെടുക്കാൻ അവരാഗ്രഹിക്കുന്നു. അവരുടെ ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങളാണ്. അവർ ഒരു ക്രിസ്ത്യൻ അലയൻസ് അവരാഗ്രഹിക്കുന്നുണ്ട് എന്ന് അവരുടെ പല പ്രസ്താവനകളിലും നിലപാടുകളിലും നമ്മൾ മനസ്സിലാകുന്നുണ്ട്. നമുക്ക് BJPയെ ഞങ്ങളൊരിക്കലും തൊട്ടുകൂടാത്ത പാർട്ടിയായിട്ടോ എന്തോ ഭീകരപ്രസ്ഥാനമായിട്ടൊന്നും ഞങ്ങളാരും കരുതുന്നില്ല. പക്ഷേ ഉത്തരേന്ത്യയിൽ ക്രൈസ്തവ മിഷണറിമാർ അനുഭവിക്കുന്ന പീഡനങ്ങൾ, വേദനകൾ, അവർക്ക് ഇപ്പോൾ ഇതുപോലൊരു ലോവയിട്ടോ അല്ലെങ്കിൽ സിസ്റ്റേഴ്സിന് അവരുടെ ഉടുപ്പിട്ടോ നടക്കാൻ മേലാത്ത സാഹചര്യങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കതിൽ ദുഃഖമുണ്ട്. നമുക്ക് ജാർഖണ്ഡിൽ 2 സിസ്റ്റേഴ്സ് ഇവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. കണ്ടമാനിലെ കലാപം, ഒറീസയിലെ പ്രതിസന്ധികൾ, ഇതെല്ലാം ഞങ്ങളെ ഭാരപ്പെടുത്തുന്നതാണ്. ഈ ക്രിസ്തു മതവുമായിട്ടുള്ള സൗഹാർദ്ദം എന്ന് പറയുമ്പോൾ അത് കേരളത്തിൽ മാത്രമായിട്ടൊരു സൗഹാർദ്ദത്തെക്കുറിച്ച് BJP ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല. അത് ഒരു ദേശീയ തലത്തിൽ തന്നെ ഈ പ്രതിസന്ധിയെ കാണണം, അതിന് പരിഹാരങ്ങൾ ഉണ്ടാകണം. അങ്ങനെയുണ്ട് എങ്കിൽ മറ്റേതൊരു രാഷ്ട്രീയ പാർട്ടിയോടും കാണിക്കുന്ന തുറന്ന മനസ്സ് ഇവിടുത്തെ ക്രൈസ്തവ സഭയ്ക്ക് BJPയോട് കാണിക്കുന്നതിനും എതിരൊന്നുമില്ല. പക്ഷേ ആ പ്രദേശങ്ങളിലെല്ലാം അവർ പലപ്പോഴും എന്നോട് സംസാരിക്കുമ്പം പറയാറുണ്ട്, അത് ഒറ്റപ്പെട്ട സംഭവങ്ങൾ പർവ്വതീകരിക്കപ്പെടുകയാണ്. ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് എങ്കിലും, കാരണം അവിടെയൊക്കെ ക്രിസ്ത്യാനികൾ വളരെ വിരലിൽ എണ്ണാവുന്നതേ ഉള്ളൂ. അവരുടെ സ്ഥാപനങ്ങളിലേക്കെല്ലാം ഈ അനധികൃതമായി കടന്നു കയറുക, അതെല്ലാം തല്ലിപ്പൊളിക്കുക, നശിപ്പിക്കുക, ദേവാലയങ്ങൾക്ക് തീയിടുക, അതുപോലെ ഒരു തിരുവസ്ത്രം ധരിച്ചുകൊണ്ട് സിസ്റ്റേഴ്സിന് നടക്കാൻ മേലാത്ത സാഹചര്യം ഉണ്ടാവുക. ഇതൊക്കെ ഈ രാജ്യത്ത് ഞങ്ങൾ ആരുടെയും ഔദാര്യം ചോദിക്കുന്നതല്ല, ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യമാണ്. ആ ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തും എല്ലാ പൗരന്മാർക്കും. എല്ലാവർക്കും ആ തുല്യനീതി എന്ന ആ ഒരു ഭരണഘടന
വിഭാവനം ചെയ്യുന്ന സ്വാതന്ത്ര്യം ഉറപ്പുവരുത്താൻ രാജ്യം ഭരിക്കുന്ന കക്ഷി തയ്യാറായാൽ തീർച്ചയായും അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള സമീപനങ്ങൾ ക്രൈസ്തവ പക്ഷത്തു നിന്നുണ്ടാകുമെന്ന് തന്നെയാണ് എൻ്റെ വിചാരം. ഈ BJP ഭരിക്കുന്ന ഇന്ത്യയിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി സേഫ് അല്ല എന്നൊരു തോന്നലുണ്ടോ? സേഫ് അല്ല എന്ന തോന്നൽ ഒരു ജനറൽ പ്രസ്താവനയായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് പല സംഭവങ്ങളും ഇത്തരത്തിലുള്ള സംശയങ്ങൾക്ക് ഇടവരുത്തുന്നു എന്നുള്ളത് വസ്തുതയാണ്. ആ വസ്തുതകൾ നമ്മൾ കണ്ടില്ല എന്ന് വയ്ക്കുന്നതിൽ അർത്ഥമില്ല. തെറ്റിനെ തെറ്റ് എന്ന് വിളിക്കാൻ ക്രിസ്തു ഞങ്ങളെ പഠിപ്പിച്ച കാര്യമാണ്. ടു കോൾ എ സ്പെയ്ഡ് എ സ്പെയ്ഡ്. ഇത് മതപരമായ വിവേചനമാണ് എങ്കിൽ വിവേചനമാണ് എന്ന് തന്നെ പറയാൻ ഞങ്ങൾ ആരെയും ഭയപ്പെടാറില്ല. BJP ഭരിക്കുന്ന ഇന്ത്യയേക്കാൾ ക്രിസ്ത്യൻസ് കുറച്ചുകൂടി സേഫ് ആയിരുന്നു കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്ത് എന്നൊരു ചിന്ത സഭയ്ക്കുണ്ടോ? ഈ 50 കൊല്ലത്തെ കോൺഗ്രസ് ഭരണത്തിൽ ഈ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പം മതപരിവർത്തന നിരോധന നിയമ ബില്ലുകൾ അതിൽ പലതും കോൺഗ്രസ് മിനിസ്ട്രിയിലാണ് പാസ്സാക്കിയിരിക്കുന്നത്. അല്ല, സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഭരിക്കുന്ന കാലഘട്ടങ്ങളിൽ തന്നെ അത് പാസ്സാക്കിയിട്ടുണ്ട്. അത് ക്രൈസ്തവരെ ബുദ്ധിമുട്ടിക്കാനും പീഡിപ്പിക്കാനും വേണ്ടി ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതും വസ്തുതയാണ്. പക്ഷെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഒരു മാറ്റം, ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ചില തീവ്ര നിലപാടുകാർ കയ്യിലെടുത്തിരിക്കുക. ഇത് ആരെയും നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തുന്നതിന് എതിരാണ് കത്തോലിക്ക സഭ. അങ്ങനെ ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. അതേസമയം ഒരുവന് വിശ്വാസമുണ്ട്, അവന് ഈ വിശ്വാസം സ്വീകരിക്കണമെന്ന് ആഗ്രഹമുണ്ടോ, അവനെ സ്വാഗതം ചെയ്യണം. ഇതാണ് സഭയുടെ നിലപാട്. അത് രാജ്യത്തിൻ്റെ ഭരണഘടനയെ അത് ഉറപ്പു തരുന്ന കാര്യമാണ്. അതിനപ്പുറത്തേക്ക് ഞങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. ഇവിടെ പലപ്പോഴും പല സംസ്ഥാനങ്ങളിലെ അടുത്ത കാലത്ത് പാസ്സാക്കിയ മതപരിവർത്തന നിരോധന നിയമം, നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമം, ആ നിർബന്ധിത മതപരിവർത്തനത്തെ 100% ഞങ്ങളും എതിർക്കും. പക്ഷേ അതാരാണ് ഇത് നിർബന്ധിതമാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്? അതാണ് അടിസ്ഥാനപരമായ ചോദ്യം. അത് തീരുമാനിക്കുന്നത് നാട്ടിലെ ഈ സാമൂഹ്യ വിരുദ്ധർ അത് തീരുമാനിക്കാൻ തുടങ്ങിയാൽ അത് അപകടകരമാണ്. നിയമങ്ങൾ നിർമ്മിക്കപ്പെടുന്നതിൻ്റെ ശരിയായ സ്പിരിറ്റിൽ അത് നടപ്പിൽ വരുത്താനും രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥിതി ഉറപ്പുവരുത്താനും ഭരണകൂടങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. നിയമവ്യവസ്ഥിതി പലപ്പോഴും ഈ ഗുണ്ടായുസങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ഇത്തരം നിയമങ്ങൾ ആ ഗുണ്ടായുസത്തിന് വഴിമരുന്നിടുകയും ചെയ്യുന്നു എന്നുള്ള ആക്ഷേപമാണ് ഞങ്ങൾക്ക് ഈ കാലഘട്ടത്തിലുള്ളത്. രാജേഷ് ആദ്യം ചോദിച്ചൊരു ചോദ്യത്തോട് തുടർ ചോദ്യമാണ്. സഭയ്ക്ക് BJPയോട് ഒരു ഇൻക്രീസിങ് അഫിനിറ്റി നമ്മൾ ഈയിടെയായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. പ്രത്യേകിച്ചും തൃശ്ശൂർ സുരേഷ് ഗോപിയുടെ വിജയം, അവിടെ ഒരുപാട് കാത്തലിക് വോട്ട്സ് ലഭിച്ചതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് സുരേഷ് ഗോപി അവിടെ ജയിക്കുന്നത്. എന്നാൽ ഈ റീസെന്റ് LSG ഇലക്ഷൻസിന്റെ റിസൾട്ട് നോക്കിയാൽ ആ ക്രിസ്ത്യൻ വോട്ടുകൾ, പ്രത്യേകിച്ചും കാത്തലിക് വോട്ട്സ് ഒക്കെ തിരിച്ചു പിന്നെയും കോൺഗ്രസിലേക്ക് തന്നെ തിരിച്ചു പോയതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു മാറ്റത്തെ സഭ ഒബ്സർവ് ചെയ്തിരുന്നോ? അത് ഇത് കേട്ടാൽ തൃശ്ശൂര് ക്രിസ്ത്യാനികൾ മാത്രമാണ് വോട്ട് ചെയ്തതെന്ന് വരും. അല്ല, ക്രിസ്ത്യാനികൾ അഡീഷണലി വോട്ട് ചെയ്തതുകൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചത്. അഡീഷണലി വോട്ട് ചെയ്തത് ഈ ഇവർക്കായിരുന്നു എന്ന് പറയുന്നതും ഒരു പരിധിവരെ ശരിയാണ്. UDFനായിരുന്നിരിക്കാം. ആ ക്രിസ്ത്യാനികൾ ഇത്തവണ UDFന് വോട്ട് ചെയ്തില്ല, പകരം അത് BJPക്കാണ് വോട്ട് ചെയ്തത്. ക്രിസ്ത്യൻ വോട്ടുകളാണ് BJPയിലേക്ക് പോയത് എന്ന് സ്ഥാപിക്കാൻ നമ്മുടെ ഡേറ്റകളൊന്നുമില്ല. നമ്മുടെ കയ്യിലുള്ള ഡേറ്റകൾ അത് കൃത്യമായി അനലൈസ് ചെയ്താൽ മനസ്സിലായി. ചിലപ്പോൾ അവിടെ നിർത്തപ്പെട്ട കാൻഡിഡേറ്റുകളോടുള്ള പ്രതിഷേധം ഉണ്ടായിരിക്കും. അതല്ല എങ്കിൽ അവിടെ ഈ ആൻറ്റി ഇൻകംബൻസി ഫാക്ടേഴ്സ് അവിടെ സംഭവിച്ചിട്ടുണ്ടാകും. ആരാണ് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തത്? ആ വോട്ട് ചെയ്തെങ്കിൽ ചത്തത് കീചകനാണെങ്കിൽ കൊന്നത് ഭീമസേനാണ്. BJP ജയിച്ചുവെങ്കിൽ അത് ക്രിസ്ത്യാനി വോട്ട് ചെയ്തിട്ടാണ് എന്ന ഒരു എളുപ്പവഴിയിൽ ക്രിയയിൽ അത് മുന്നണികളുടെ സ്വയം തിരുത്താനുള്ള കഴിവില്ലായ്മയെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്തിട്ടുണ്ടാകും. സുരേഷ് ഗോപി എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും നോക്കിക്കാണുന്ന ഇഷ്ടപ്പെടുന്ന ഒരു നേതാവായിരിക്കും. പ്രത്യേകിച്ച് സിനിമാ ഫീൽഡിനുമായി ഇഷ്ടപ്പെടുന്നവർ
സുരേഷ് ഗോപി ഇഷ്ടപ്പെടുന്നവരുണ്ടാകും. അതുകൊണ്ട് അത് സഭയൊന്നാകെ സുരേഷ് ഗോപിക്ക് പിന്തുണച്ചെന്നോ ക്രിസ്ത്യാനികളെല്ലാം അങ്ങടെ BJPയിലേക്ക് ചേർന്നുവെന്നോ വിലയിരുത്താൻ ആ ഒരു വിജയം നിമിത്തമാകുന്നില്ല എന്നാണ് എൻ്റെ സുചിന്തിതമായ വിലയിരുത്തൽ. സുരേഷ് ഗോപിയുടെ വിജയത്തിൽ സഭയ്ക്ക് യാതൊരു ക്രെഡിറ്റും ഇല്ല എന്നാണ്. സഭ അങ്ങനെ ക്രെഡിറ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത് അദ്ദേഹത്തിന്റെ വിജയം, ആ ക്രെഡിറ്റ് അദ്ദേഹത്തിന് തന്നെ ഇരിക്കട്ടെ. കേരളം ലെഫ്റ്റും കോൺഗ്രസും മാറി മാറി ഭരിക്കുന്നത് സ്ട്രിക്റ്റാണ്. അപ്പം ഈ സഭയ്ക്ക് തോന്നിയിട്ടുണ്ട് ഇതൊരു ലെഫ്റ്റ് ഭരിക്കുമ്പോഴാണ് ഒരു പ്രോ ക്രിസ്ത്യൻ, കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ് കൂടുതൽ പ്രോ ക്രിസ്ത്യൻ മെഷേഴ്സ് ഉണ്ടാവുന്നത്, ഒരു സ്റ്റാൻഡ് ഉണ്ടാവുന്നത്. അങ്ങനെ വല്ല ഒരു പ്രോ ക്രിസ്ത്യൻ സ്റ്റാൻഡ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല ആരിൽ നിന്നും. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ വഴിവിട്ട് എന്തെങ്കിലും മേടിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ, ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ. വാസ്തവത്തിൽ ഇവിടുത്തെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അന്യായമായി ഒന്നും നേടിയെടുക്കാൻ താല്പര്യമില്ലാത്തൊരു സമൂഹമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രോ ക്രിസ്ത്യൻ ആകണം എന്ന് ഞങ്ങൾ, ദേ ഷാൽ നോട്ട് ബി ആൻറ്റി ക്രിസ്ത്യൻ എന്ന് മാത്രമേ ഞങ്ങൾ ഡിമാൻഡ് ചെയ്യാറുള്ളൂ. അങ്ങനെ ക്രിസ്തീയ വിരുദ്ധത ഉണ്ടാകാൻ പാടില്ല. ക്രിസ്ത്യാനികൾക്ക് അവകാശപ്പെട്ടത് നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടാകരുത്. അവർക്ക് ജനസംഖ്യ ആനുപാതികമായി കിട്ടേണ്ട കാര്യങ്ങൾ അവർക്ക് കിട്ടണം. അത്തരം വിഷയങ്ങളിൽ ഞങ്ങൾ സംസാരിച്ചത് വസ്തുതാപരമായി തന്നെയാണ്. ഇപ്പം ഈ ന്യൂനപക്ഷ അവകാശങ്ങൾ 80-20% എന്നുള്ളത് അന്യായമാണ് എന്ന് ഹൈക്കോടതി പറഞ്ഞു. ഹൈക്കോടതി അത് അന്യായമാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം ഈ ക്രിസ്ത്യാനികളുടെ ജനസംഖ്യയും ഇതര ന്യൂനപക്ഷങ്ങളുടെ ജനസംഖ്യയും തമ്മിൽ ഉള്ള അനുപാതം അനുസരിച്ച് വേണം ഈ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാൻ എന്ന് പറയുന്നത് ഭരണഘടനാപരമായ ഒരു നീതി ഉറപ്പാക്കലാണ്. ആ നീതി ഉറപ്പാക്കൽ ഞങ്ങൾ ചോദിക്കുന്നു. ഞങ്ങൾ ചോദിച്ചത് ഞങ്ങൾക്ക് ഇത്രയും കാലം വേറെ ആർക്ക് കൊടുത്തല്ലോ, ഇനി ഞങ്ങൾക്ക് കുറേ കാലം 80% തരണമെന്നല്ല ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ആ കോടതി പറഞ്ഞ നിയമം അനുസരിച്ച് ഇനി മുതൽ കാര്യങ്ങൾ ചെയ്യണം എന്ന് നമ്മൾ പറയും. അതുപോലെ തന്നെ ചില സുപ്രധാന വകുപ്പുകൾ അത് ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റേതായി കൊണ്ട് നടക്കാതെ അവയെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ തന്നെ കൈകാര്യം ചെയ്യും. ഇപ്പം മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക് കുറേ കൂടി വിശാലമായ ഒരു ചിന്താ ഫ്രെയിംവർക്ക് അതിൽ ചെയ്യുവാണെങ്കിൽ കുറേ കൂടി നീതിനിഷ്ഠമായ കാര്യങ്ങൾ നടപ്പിലാകും എന്നാണ് വസ്തുത. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കോൺഗ്രസ്, മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് അല്ലെങ്കിൽ CPM, അവർ പ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്യുമ്പോൾ കുറേ കൂടി പക്ഷപാതരഹിതമായി കാര്യങ്ങൾ പോകാറുണ്ട്. ചില വകുപ്പുകൾ ചില മുന്നണിയിലെ ചില ഘടകകക്ഷികൾ കൈകാര്യം ചെയ്യുമ്പോൾ നീതി കിട്ടുന്നില്ല എന്ന തോന്നൽ ക്രൈസ്തവർക്ക് ചിലപ്പോൾ ഉണ്ടാകാറുണ്ട്. അത് UDF-നോട് പ്രത്യേകിച്ചും ഇപ്പോൾ പിതാവ് ഉദ്ദേശിച്ചത് UDF വരുമ്പോൾ മുസ്ലിം ലീഗിനാണ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് പോവുക എന്നുള്ള പ്രൊമൈസസിലാണ്. ഇല്ല, ഞാനത് കുറച്ചുകൂടി ക്ലാരിറ്റിക്ക് വേണ്ടി പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെ ഒരു സംഭവം UDF-നോട് ഉന്നയിച്ചിട്ടുണ്ട്, അങ്ങനെ ഒരു വിഷയം. UDF-നോട് ഞങ്ങൾ നിങ്ങൾ ആരെ വിദ്യാഭ്യാസ മന്ത്രിയാക്കണമെന്ന് ഞങ്ങൾ പറയാൻ പോകുന്നു. ഞങ്ങളുടെ നിലപാട് ഞാൻ പറഞ്ഞു. നിലപാട് എന്ന് പറയുന്നത് മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾ പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് നോട് ഞങ്ങൾക്ക് യോജിപ്പുണ്ട്. അതല്ലാതെ വരുമ്പോൾ പലർക്കും നീതി ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത്തരം സന്ദർഭങ്ങൾ ഒഴിവാക്കാൻ എല്ലാവരും ശ്രമിക്കും. അത് LDF ആയിക്കോട്ടെ, UDF ആയിക്കോട്ടെ. ആദ്യം കിരൺ ചോദിച്ച ചോദ്യത്തിന്റെ ഒരു തുടർ ചോദ്യമാണ്. ഈ പള്ളിയോടും പട്ടക്കാരോടും കുറച്ചുകൂടി ഒരു വിധേയത്വം UDF-നാണ് LDF-നേക്കാളും എന്ന് തോന്നിയിട്ടില്ലേ? വിധേയത്വം എന്ന് പറയാൻ ഞങ്ങൾ അവരെ ഭരിക്കാൻ പോകുന്നില്ല. അവരിൽ നിന്ന് ഞങ്ങൾ വഴിവിട്ടൊന്നും നേടാനും പോകുന്നില്ല. അവർ കുറെ കൂടി ഇപ്പം ഞങ്ങളെ വന്ന് കാണുകയും സംസാരിക്കുകയും സന്ദർശിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് പണ്ട് UDF അംഗങ്ങൾ. LDF-കാർ പണ്ടങ്ങനെ വരികയില്ല. പക്ഷേ LDF-കാർ ഇപ്പം UDF-നേക്കാളും കൂടുതൽ ഹൃദ്യമായ ബന്ധങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ശ്രദ്ധ കൊടുക്കുന്നു. ഇപ്പോൾ തലശ്ശേരി MLA ആണ് ഷംസീർ, നമ്മുടെ സ്പീക്കറാണ്. അദ്ദേഹം മിക്കവാറും ബിഷപ്സ് ഹൗസിൽ വരാറുണ്ട്. തലശ്ശേരി ഞാനായിരിക്കുമ്പോൾ അദ്ദേഹം പലപ്പോഴും പറയാറുണ്ട്, ഞാൻ ഈ ബിഷപ്പ് ഹൗസിലെ ഒരു അംഗമാണ്, ഇവിടുത്തെ റേഷൻ കാർഡിൽ എൻ്റെ കൂടെ പേര് ചേർക്കണമെന്ന് പറയാറ്. അത്
ഒരു ഹൃദ്യമായ ബന്ധം, അത് എനിക്ക് തോന്നുന്നു അത് മുന്നണികളുടെ പ്രശ്നമല്ല, ബന്ധങ്ങൾ വളർത്താനും സൂക്ഷിക്കാനും നേതാക്കൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അങ്ങനെ ശ്രദ്ധിക്കുന്നത് ഗുണകരമാണ്. ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അദ്ദേഹം വളരെ പരിക്കനും കർക്കശക്കാരനുമായിട്ട് എല്ലാവരും പറയാറ്. പക്ഷെ വളരെ ഹൃദ്യമായി അദ്ദേഹത്തിനോട് സംസാരിക്കാനും ഇടപെടാനും വർത്തമാനം പറയാനും എനിക്ക് പല സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ അദ്ദേഹം തന്നെ എന്നെ വിളിച്ച് ദീർഘസമയം സംസാരിച്ചിട്ടുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത് ഈ ഇടതുപക്ഷം അങ്ങനെ ഒരു ക്രൈസ്തവ വിരുദ്ധ നിലപാട് സൂക്ഷിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നിരിക്കും, പക്ഷെ ഇപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം ഉള്ളതായിട്ട്, അങ്ങനെ ഒരു അകലം അവർ സൂക്ഷിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഈ വന്യജീവി സംഘർഷത്തിന്റെ വിഷയത്തിൽ പിതാവ് ഉന്നയിച്ച കാര്യങ്ങളെല്ലാം മുഖ്യമന്ത്രി അംഗീകരിക്കുക അങ്ങനെ ഉണ്ടായില്ലേ? അപ്പം ഞങ്ങൾ മുമ്പോട്ട് വെച്ച നിർദ്ദേശങ്ങളാണ് പലതും ആ ബില്ലിൽ ചേർത്തിരിക്കുന്നത് എന്നുള്ളതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഞാനത് പല വേദികളിലും മുഖ്യമന്ത്രിയെ അതിൻ്റെ പേരിൽ പരസ്യമായി പിന്തുണച്ച് സംസാരിച്ചിട്ടുമുണ്ട്. കാലാകാലങ്ങളായിട്ട് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി കോൺഗ്രസ്, UDF പ്രത്യേകിച്ചും കോൺഗ്രസിന്റെ ഒരു ലോയൽ വോട്ട് ബാങ്ക് ആയിരുന്നു. അതിനൊരു മാറ്റം വരുന്നുണ്ട് അല്ലെങ്കിൽ വന്നിട്ടുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ? അത് അങ്ങനെ പൂർണ്ണമായിട്ട് അങ്ങനെ ഒരു മാറ്റം വന്നു എന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റിയല്ല. കാരണം അങ്ങനെ വന്നിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവാണല്ലോ ഇത്തവണത്തെ ലോക്കൽ ബോഡി ഇലക്ഷൻ. അതായത് അത് തന്നെയാണ് എൻ്റെ നേരത്തെ ഞാൻ പറഞ്ഞ ആശയത്തെ സമർത്ഥിക്കുന്നത്. അതായത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഒബ്ജക്റ്റീവായിട്ട് കാര്യങ്ങൾ വിലയിരുത്തുകയും അവിടെ ഇടപെടലുകൾ നടത്തുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. അല്ലാണ്ട് ഞങ്ങളെല്ലാവരോടും ഒരാളെ പറഞ്ഞ് വോട്ട് ചെയ്യിപ്പിക്കുന്ന ആ രീതി, ഒരാൾക്ക് വോട്ട് ചെയ്യിപ്പിക്കുന്ന രീതി, അത് കാലഹരണപ്പെട്ട ഒരു രീതിയാണ്. ആ ഒരു രീതിയിലല്ല, വസ്തുതാപരമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് കഴിയുന്നുണ്ട്. അവരതനുസരിച്ച് പ്രതികരിക്കുന്നുണ്ട്. പലതും വളരെ ഫിക്സഡ് ഡിപ്പോസിറ്റ് പോലെയുള്ള ചില മുന്നണിയിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് പോലെ വോട്ടാണ്. പലപ്പോഴും അതിൻ്റെ ആ ഒരു കാറ്റ് എങ്ങോട്ട് വീശണം എന്ന് തീരുമാനിക്കുന്നതിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് അതുകൊണ്ട് വളരെ ഡിസൈസീവായൊരു റോള് കേരള പൊളിറ്റിക്സിലുണ്ട് എന്നുള്ളത് സത്യമാണ്. അത് മുതലെടുക്കാനോ അതിനെ ഏതെങ്കിലും ദിശയിലേക്ക് രൂപീകരിച്ചു കൊണ്ടുവരാനോ ഞങ്ങൾ ബോധപൂർവം ശ്രമിക്കാറില്ല. മറിച്ച് ഒബ്ജക്റ്റീവായിട്ട് കാര്യങ്ങളെ വിലയിരുത്തണം എന്ന് മാത്രമാണ് ഞങ്ങൾ കമ്മ്യൂണിറ്റിക്ക് എപ്പോഴും കൊടുക്കുന്ന മാർഗനിർദ്ദേശം. അപ്പൊ അതായത് ആരുടെയും ഫിക്സഡ് വോട്ട് ബാങ്ക് അല്ല ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്നാണോ ഉദ്ദേശിച്ചത്? അങ്ങനെ ആകാൻ പാടില്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. പിതാവ് ആദ്യം പറഞ്ഞു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി വളരെ ആലോചിച്ച് കാര്യങ്ങൾ പഠിച്ചാണ് ഇത്തവണ LST ഇലക്ഷന് വോട്ട് ചെയ്തതെന്ന് പറഞ്ഞു. അതേപോലെ ഒരു നിലപാടായിരിക്കും അസംബ്ലി ഇലക്ഷനും പ്രതീക്ഷിക്കേണ്ടത്? ഇതേ റിസൾട്ട് അസംബ്ലി ഇലക്ഷനിൽ വരുമോ ഇല്ലയോ എന്ന് ഞാൻ പ്രവചിക്കാൻ ആളല്ല. പക്ഷേ ക്രിസ്ത്യൻ സമുദായത്തിൻ്റേത് മാറ്റമില്ലാത്ത ഒരു നിലപാടായിരിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒബ്ജക്റ്റീവായിട്ട് കാര്യങ്ങളെ വിലയിരുത്തി അവരെടുക്കുന്ന തീരുമാനങ്ങൾ ഈ വരുന്ന 3-4 മാസം കൊണ്ട് ഡ്രാസ്റ്റിക്കായിട്ട് മാറിപ്പോകും എന്ന് ഞാൻ ചിന്തിക്കാൻ ഞാൻ കാരണമൊന്നും കാണുന്നില്ല. ആദ്യം നമ്മൾ സംസാരത്തിന്റെ തുടക്കത്തിൽ ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഒരു പൊളിറ്റിക്കൽ ക്ലൗട്ടിൽ ഉണ്ടായിട്ടുള്ള ഒരു വീഴ്ചയെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അതോടൊപ്പം കൂട്ടി വായിക്കേണ്ടതാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പൊളിറ്റിക്കൽ ക്ലൗട്ടിൽ ഉണ്ടായിട്ടുള്ള ഒരു ഉയർച്ചയും. ഈ രണ്ടിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അത് എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന പോലെ ഈ ജനാധിപത്യത്തിൽ എണ്ണമാണ് പ്രധാനപ്പെട്ടത്. ആ എണ്ണം ക്രിസ്ത്യൻ സമുദായത്തിൽ കുറഞ്ഞു. മുസ്ലിം സമുദായത്തിൽ അത് ക്രമാതീതമായിട്ടൊന്നും കൂടിയിട്ടൊന്നുമില്ല. പക്ഷേ താരതമ്യേന ആ സമൂഹത്തിൽ അത് കൂടിയിട്ടുണ്ട്. ജനാധിപത്യത്തിൽ എല്ലാ വോട്ടിനും തുല്യ മൂല്യമാണ്. ആളെണ്ണത്തിനാണ് ജനാധിപത്യത്തിൽ വിലയുള്ളത്. എവിടെയാണോ വോട്ടെണ്ണം കൂടുതലുള്ളത് അവരുടെ പൊളിറ്റിക്കൽ വാല്യൂ വർദ്ധിക്കും. എവിടെയാണോ അത് കുറയുന്നത് അത് കുറയും. അതൊരു സ്വാഭാവിക പ്രതിഭാസമാണ്. അതിനെ നമ്മൾ അസൂയയോടെ നോക്കേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. ആ വാല്യൂ വരണമെങ്കിൽ പക്ഷേ ഒന്നിച്ചിരിക്കണ്ടേ? അത് പ്രധാനപ്പെട്ടതാണ്. ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി പലതായി ഡിവൈഡ് ചെയ്യപ്പെടുന്ന ഒത്തിരി ഫാക്ടേഴ്സ് ഇതിനകത്തുണ്ട്. പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ കേരള കോൺഗ്രസ്സുകളുടെ വിഭജനം, അതെല്ലാം ചില രാഷ്ട്രീയ പാർട്ടികളുടെ തന്ത്രത്തിൽ ഇവർ പെട്ടുപോയതാണ്.
ആ പ്രതിസന്ധി ഇപ്പം നേരത്തെ മാണി ഈ ഗ്രൂപ്പിനെ UDF നിന്ന് പിരിച്ചുവിടുന്നു. അതിൻ്റെ കാരണം നിങ്ങൾ ആലോചിച്ചാൽ മനസ്സിലായി, എത്രയോ നെയ്വായൊരു കാര്യമാണ്. ഒരു ജില്ലാ പ്രസിഡൻറ്റിൻ്റെ അവസാനത്തെ 3 മാസത്തെ ഭരണം നിസ്സാര ഒരു കാര്യം പറഞ്ഞാണ് ഒരു മുന്നണി ബന്ധം അവസാനിപ്പിക്കുന്നത്. അതൊക്കെ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഇമ്മച്യൂരിറ്റിയാണ് സൂചിപ്പിച്ചത്. അത്തരത്തിലുള്ള കുറേ വിഷയങ്ങൾ എന്നാൽ അത് ഉൾക്കൊള്ളാനോ ഇതിനപ്പുറത്തേക്ക് നീണ്ടതാണ് നമ്മുടെ ബന്ധങ്ങളെന്ന് തിരിച്ചറിയാനോ മറുപക്ഷത്തും കഴിയാതെ പോയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കുറേ വിഷയങ്ങൾ ഇതിനകത്ത് ഇടകലർന്നു വരുന്നത് കൊണ്ട് പൊളിറ്റിക്കലി യൂണിഫൈഡ് ആകാൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വസ്തുതാപരമാണ്. ഇപ്പം മുസ്ലിം സമുദായത്തിലെ പോലെ പൊളിറ്റിക്കലി യൂണിഫൈഡായ ഒരു തോട്ട് പാറ്റേൺ ഒന്നും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലില്ല. അത് ഗുണമാണോ ദോഷമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഗുണവും ദോഷവുമുണ്ട്. ഗുണമെന്ന് പറയുന്നത് ഈ നമ്മളെ ആരും ഒരു ശത്രുപക്ഷത്തേക്ക് കരുതുന്നില്ല. നമ്മൾ LDFകാർക്കും UDFകാർക്കും ഒരുപോലെ ആക്സസിബിളായ ഒരു കമ്മ്യൂണിറ്റിയായി. ഇപ്പോൾ BJPക്കാർക്കും നമ്മളെവിടെയെങ്കിലും ഏതെങ്കിലും പൊളിറ്റിക്കൽ അലീജിയൻസിൽ പെട്ടവരായിരുന്നെങ്കിൽ അത് നടക്കുകയില്ല. അതാണ് അതിൻ്റെ ഗുണകരമായത്. ഇവർ എല്ലാവർക്കും സമീപിക്കാവുന്നൊരു സമൂഹം, ആർക്കും പ്രത്യേകിച്ച് വെറുപ്പൊന്നുമില്ലാത്തൊരു സമൂഹമായി നിലകൊള്ളാൻ പറ്റും. ദോഷമെന്ന് പറയുന്നത് നമ്മുടെ ന്യായമായ അവകാശങ്ങൾ പോലും സംരക്ഷിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഈ പൊളിറ്റിക്കൽ വോട്ട് ബാങ്കായി മാറാത്തതിൻ്റെ ദോഷമെന്ന് പറയുന്നത്. അതെ, കേരളം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് മുസ്ലിം സമുദായമാണെന്ന് പൊതുവെ അംഗീകരിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യുന്നത് തന്നെ. കേരളം ആര് ഭരിക്കണമെന്ന് മുസ്ലിം സമുദായം ഇപ്പോൾ തീരുമാനിച്ചേ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോഴും ഇവിടെ ഭൂരിപക്ഷം ഹൈന്ദവ സമുദായമാണ്. അവർ ഹൈന്ദവ സമുദായം അങ്ങനെ ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ പോലെ തന്നെയാണ് ഹൈന്ദവ സമുദായം അങ്ങനെ പൊളിറ്റിക്കലി പോളറൈസ്ഡ് ആയതല്ല. കാര്യം BJP പോലെയുള്ള ഒരു വലിയ പാർട്ടി അവർക്കുണ്ട് എങ്കിലും കേരളത്തിലെ ആളുകൾ അങ്ങനെ മതപരമായി പൊളിറ്റിസൈസ് ചെയ്യാൻ ആഗ്രഹിക്കാത്തതാണ്. അത് ഈ കേരളത്തിൻ്റെ സാംസ്കാരിക വളർച്ചയ്ക്ക് വളരെ ഗുണം ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ മുസ്ലിം ലീഗിൽ പണ്ട് CPMൻ്റെ നേതാക്കൾ പറഞ്ഞ ഒരു പ്രസംഗം ഞാൻ കേട്ടു. മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു, മുസ്ലിം ലീഗിലുള്ളതിനേക്കാളും കൂടുതൽ മുസ്ലിങ്ങൾ CPMലുണ്ടെന്ന് അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടു. എല്ലാ സമുദായത്തിലും അങ്ങനെ ഒരു പൊളിറ്റിക്കൽ പോളറൈസേഷൻ്റെ ഭാഗമാകാൻ ഇഷ്ടപ്പെടാത്തവർ ഉണ്ട് എന്നുള്ളത് കേരളത്തിൻ്റെ ഒരു പുണ്യമാണ്. അത്തരം നന്മകൾ ഈ സമൂഹത്തെ നിലനിർത്താൻ ആവശ്യമാണ് തന്നെ. അതുപോലെ നമ്മുടെ സമൂഹത്തിൽ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്ന ഒരു പേരാണ് ഈ ലവ് ജിഹാദ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോൺട്രവേഴ്സി ഇടയ്ക്കിടയ്ക്ക് പൊങ്ങി വരാറുണ്ട്. ഇപ്പം സഭയുടെ നിലപാട് എന്താണ് ആ വിഷയത്തിൽ? അതായത് ഈ പ്രണയത്തെ ഒരു ചതിക്കുഴിയായി ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പം നമ്മൾ ഇതര മതസ്ഥരെ ഇടകലർന്ന് ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ ഒന്നിച്ച് പഠിച്ചവർ തമ്മിൽ മതത്തിനതീതമായ പ്രണയങ്ങളുണ്ടാകും. അവരുടെ വിവാഹത്തെ സഭ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ സഭയ്ക്ക് ഒരു ക്രമം തന്നെയുണ്ട്. ഈ ജീവിത പങ്കാളി ഇതര മതവിഭാഗത്തിൽപ്പെട്ടയാളാണ് എങ്കിൽ അവരുടെ വിവാഹം ഇൻ്റർകാസ്റ്റ് മാര്യേജ് ക്രമം തന്നെ സഭയിലുണ്ട്. സഭ ഇത് അംഗീകരിച്ചിട്ടുള്ളതാണ്. സഭയ്ക്ക് അതിനോടല്ല യോജിപ്പ്. മറിച്ച് ഈ പ്രണയവും സ്നേഹവുമൊക്കെ ചതിയായി ഉപയോഗിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ടുപോവുകയും അവരെ മറ്റ് മയക്കുമരുന്നിൻ്റെ കാരിയേഴ്സായി മാറ്റുകയും അല്ലെങ്കിൽ 1-2 പിള്ളേർ ജനിച്ചു കഴിയുമ്പോൾ അവരെ ഒഴിവാക്കി വിടുകയും ചെയ്യുന്ന അത്തരത്തിലുള്ള അത് ഒരു സമുദായത്തിൻ്റെ പ്രശ്നമായിട്ടൊന്നും ഞങ്ങളാരും അതിനെ കരുതുന്നില്ല. അതേസമയം ചില സമുദായത്തിലെ ചില പ്രത്യേക ഐഡിയോളജിയും കൊണ്ട് നടക്കുന്ന ചില തീവ്രവാദ നിലപാടുകാർ ഈ പ്രണയത്തെ ഇതര മതങ്ങളെ തകർക്കാനും തളർത്താനുമുള്ള വഴിയായി കരുതുന്നു എന്ന സംശയം ഞങ്ങൾക്കുണ്ട്. അതിന് ഞങ്ങൾക്ക് നിമിത്തമാകുന്നത് ഇത്തരത്തിലുള്ള ഒത്തിരി അനുഭവങ്ങൾ ഞങ്ങളുടെ മുമ്പിലുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് അതേസമയം ജിഹാദ് എന്ന വാക്കുപയോഗിക്കുമ്പോൾ അത് മുസ്ലിംസിനെ സംബന്ധിച്ചിടത്തോളം വളരെ സേക്രഡായൊരു പദമാണ് എന്ന് അവരുടെ തന്നെ നേതാക്കൾ ഞങ്ങളോട് ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ പറയുന്ന സാമൂഹിക പ്രശ്നം, അത് നിങ്ങളുടെ പ്രശ്നം നിങ്ങൾക്ക് അഡ്രസ്സ് ചെയ്യാൻ അവകാശമുണ്ട്.
അതേസമയം അതിന് നിങ്ങൾ ജിഹാദ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ഞങ്ങളെ ഊണ്ടി ചെയ്യുന്നൊരു വാക്കാണ്. വി റെസ്പെക്റ്റ് ഇറ്റ്. അത് അവരെ മതപരമായ ഏതെങ്കിലും വിധത്തിൽ വ്രണപ്പെടുത്താൻ ഞങ്ങൾ പറയുന്ന ഒരു കാര്യവും അല്ലത്. ഈ ഒരു വിഷയമാണ് എന്ന് പറയുമ്പോൾ തന്നെ അതിനെ ഒരു ജിഹാദ് എന്ന വാക്ക് ഉപയോഗിക്കാൻ അത് അവർക്ക് വിഷമമുണ്ടാക്കുന്നു എന്ന് പറഞ്ഞത് മുതൽ കേരളത്തിൽ സഭ ആ വാക്ക് ഉപയോഗിക്കുന്നു. പക്ഷേ ഈ ഒരു സോഷ്യൽ പ്രോബ്ലമായി തന്നെ ഞങ്ങൾ കരുതുകയും അതിനെ അഡ്രസ്സ് ചെയ്യുകയും ചെയ്യുന്നു. സഭയും കാസയുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? കാസ എന്ന് പറയുന്നത് അവർ പ്രത്യേകമായ ഒരു ഐഡിയോളജി, പ്രത്യേകിച്ച് ഒരു തീവ്ര വലതുപക്ഷ ഐഡിയോളജി സൂക്ഷിക്കുന്ന ക്രിസ്ത്യൻ അംഗങ്ങളുടെ ഒരു കൂട്ടായ്മയായിട്ടാണ് ഞാനതിനെ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു ഐഡിയോളജി സൂക്ഷിക്കാനുള്ള അവരുടെ അവകാശത്തെ ഞങ്ങളാരും ചോദ്യം ചെയ്യുന്നില്ല. അവർ സഭാ നേതൃത്വവുമായിട്ട് പ്രത്യേകിച്ച് അങ്ങനെ കമ്മ്യൂണിക്കേഷനൊന്നും നടത്തുന്നവരുമല്ല. അവർ ഒരുപറ്റം ചെറുപ്പക്കാർ അത്തരം ഒരു ചിന്താഗതിയുമായിട്ട് ജീവിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് കുറെ കൂടി തീവ്ര വലതുപക്ഷ പാർട്ടികളോട് ആഭിമുഖ്യമുണ്ട്. ആ ആഭിമുഖ്യമാണ് അവരുടെ പൊളിറ്റിക്കൽ അജണ്ട എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിന് അത്തരം പാർട്ടികൾ അവരെ പിന്തുണയ്ക്കുന്നുണ്ടെന്നും എനിക്കറിയാം. അത് ഓരോ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ പ്രചാരണത്തിനും അവരുടെ പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രചാരണത്തിനും വേണ്ടി ഇങ്ങനെയുള്ള സാമുദായിക സംവിധാനങ്ങളെ രൂപപ്പെടുത്തുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നു. അതിനപ്പുറത്ത് അതിന് സഭ എന്നൊരു ലേബൽ അതിന് കൊടുക്കേണ്ട കാര്യം. ഇത് നമ്മുടെ ഈ ഇന്റർവ്യൂ ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടായിരിക്കും വരിക. അപ്പോൾ റീഡേഴ്സിനുള്ള ഒരു മെസ്സേജ്, ക്രിസ്മസ് മെസ്സേജ്. യെസ്, ക്രിസ്മസിൻ്റെ മെസ്സേജ് എന്ന് പറയുന്നത് ക്രിസ്തു ജനിച്ച അന്ന് മാലാഖമാർ പാടി എന്ന് പറയുന്ന ഒരു സന്ദേശമുണ്ട്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ നല്ല മനസ്സുള്ളവർക്ക് സമാധാനം. എന്താണ് ഈ നല്ല മനസ്സ്? നമ്മൾ സമാധാനമാണ് ഇന്ന് എല്ലാവർക്കും ഇല്ലാതെ പോകുന്നത്. ഈ നല്ല മനസ്സ് എന്ന് പറയുന്നത് അത് മാലാഖ തന്നെ കാണിച്ചു കൊടുക്കുന്നു. ക്രിസ്തു ജനിക്കാൻ ചെല്ലുമ്പോൾ പിറക്കാൻ ഇടമില്ലാതെ അവൻ അലിഞ്ഞു നടക്കേണ്ടി, സത്രത്തിൽ അവൻ ഇടം കിട്ടിയില്ല. എവിടെ ചെന്ന് ചോദിച്ചാൽ എല്ലാവരും ആട്ടിയിറക്കി ഓടിവിടും. അവസാനം ആട്ടിടയന്മാർ അല്ലെങ്കിൽ ആ തൊഴുത്തിൻ്റെ ഉടമ ആ തൊഴുത്തിൽ അവൻ ഇടം കൊടുക്കും. അതൊരു നല്ല മനസ്സാണ്. മറ്റുള്ളവർക്ക് ജീവിതത്തിലും ഹൃദയത്തിലും ഇടം കൊടുക്കാൻ പഠിക്കുമ്പോൾ നല്ല മനസ്സുള്ളവരായി നമ്മൾ മാറും. മനുഷ്യർക്ക് നല്ല മനസ്സുണ്ടായാൽ ഈ ഭൂമിയിൽ സമാധാനമുണ്ട്. അതാണ് ക്രിസ്തുമസ് സ്വർഗം പാടിയ പാട്ടാണ്, ഗ്ലോറിയ ഇൻ എക്സെൽസിസ് എന്നുള്ളത് പ്രസിദ്ധമായ ക്രിസ്തുമസ് ഗീതമാണ്. അതായത് അതിൻ്റെ അർത്ഥം ഇതാണ്, ഈ നല്ല മനസ്സുണ്ടായോ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് കൂടി നമ്മുടെ ജീവിതത്തിൽ ഇടം കൊടുക്കണം. അവൻ്റെ വിഷമങ്ങൾക്ക് കാണുമ്പോൾ എൻ്റെ സൗകര്യങ്ങൾ മാറ്റിവെച്ച് അവനെയും കൂടി ഉൾക്കൊള്ളാൻ പഠിച്ചു കഴിയുമ്പോൾ തീർച്ചയായും സമാധാനമുണ്ട്. അങ്ങനെ മനുഷ്യർ സമാധാനമായി ജീവിക്കുന്നതാണ് ദൈവത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും കൂടെ ദൈവത്തെ സ്തുതിച്ച് പുകഴ്ത്തി ദൈവത്തെ വലിയവനാക്കാൻ പറ്റിയല്ല. ദൈവം മഹത്വപ്പെടുന്നത് മനുഷ്യർ നല്ല മനസ്സോട് സമാധാനത്തിൽ ജീവിക്കുമ്പോൾ. അത് ക്രിസ്തുമസ് തരുന്ന കാലാതിവർത്തിയായൊരു സന്ദേശമാണ്. ആ സന്ദേശം തന്നെയാണ് എനിക്ക് വായനക്കാർക്ക് നൽകാനുള്ളത്.